ഗ്ലാർമിന, അക്കാഡമിക് കൗൺസിലർ, ഇഗ്നോ ആസി, കൊച്ചിൻ 1400. ഇന്നത്തെ നമ്മുടെ വിഷയം BPCC 107 സോഷ്യൽ സൈക്കോളജി, കോഴ്സ് കോഡ് BPCC 107. നമുക്ക് 5 ബ്ലോക്സ് ആണുള്ളത്. ഇതിനകത്ത് ബ്ലോക്ക് 4 സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സോഷ്യൽ ഇൻഫ്ലുവൻസിൽ തന്നെ 3 യൂണിറ്റ്സ് ആണുള്ളത്. സോഷ്യൽ ഇൻഫ്ലുവൻസ് യൂണിറ്റ് 8, യൂണിറ്റ് 9 അഗ്രഷൻ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്, യൂണിറ്റ് 10 ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആൻഡ് പ്രോ സോഷ്യൽ ബിഹേവിയർ. അതിൽ യൂണിറ്റ് 8 ആണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ടൈപ്സ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. കൺഫർമിറ്റി, കംപ്ലയൻസ് ആൻഡ് ഒബീഡിയൻസ്, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇന്നത്തെ യൂണിറ്റ് 9 ആണ്, അഗ്രഷൻ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. അപ്പൊ അഗ്രഷൻ എന്ന് പറയുന്ന അവസ്ഥ എങ്ങനെ സംഭവിക്കുന്നു, എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ, ഏതൊക്കെയാണ് ഇതിനോട് കണക്ട് ചെയ്യുന്ന തിയറീസ്, എങ്ങനെയാണ് നമുക്ക് അഗ്രഷൻ കുറയ്ക്കാൻ സാധിക്കുക, ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ യൂണിറ്റിൽ പറയുന്നത്. ആദ്യം എന്താണ് അഗ്രഷൻ, അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. അഗ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ബിഹേവിയർ ആണ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ബിഹേവിയർ whose goal is the injury of the person towards whom it is directed. Supposedly this include physical and verbal aggression. അപ്പോൾ നമ്മളുടെ അഗ്രഷൻ എന്ന് പറയുന്ന ആ ഒരു ബിഹേവിയറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ആരോടാണോ നമുക്ക് അഗ്രഷൻ കാണിക്കുന്നത് ആ വ്യക്തിയെ ഇഞ്ചർ ചെയ്യിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയെ വേദനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊരു ഫിസിക്കൽ ലെവലിൽ നമ്മൾ അഗ്രഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെർബൽ ലെവലിൽ നമുക്ക് സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ അതായത് പ്രവൃത്തിയിലൂടെയോ നമുക്ക് ഒരാളിൽ നമുക്ക് ഇഞ്ചുറി ഉണ്ടാക്കാം എന്നുള്ളതാണ്. സോ അതാണ് നമ്മൾ അഗ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ ബിഹേവിയർ. അതിന്റെ ഗോൾ എന്ന് പറയുന്നത് ടു ഇഞ്ചർ എ പേഴ്സൺ എന്നുള്ളതാണ്. അപ്പൊ ആ ഇഞ്ചുറി നമുക്ക് ഫിസിക്കൽ ലെവലിലോ അല്ലെങ്കിൽ വെർബൽ ലെവലിലോ കൊടുക്കാം. And aggression is any form, അടുത്തൊരു ഡെഫിനിഷൻ ആണ്, aggression is any form of behavior directed towards the goal of harming or injuring another living being. അപ്പം ഒരു ലിവിങ് ബീയിങ്ങിനെയാണ് നമ്മൾ ഇഞ്ചുർ ചെയ്യിപ്പിക്കുന്നത്. അത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ അതൊരു അനിമൽ ആവാം. സോ ഇറ്റ് ഷുഡ് ബി എ ലിവിങ് ബീയിങ്. അപ്പം ആ ലിവിങ് ബീയിങ്ങിനെ നമ്മൾ ഹാം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മൾ മുറിവേൽപ്പിക്കുക അല്ലെങ്കിൽ വേദനിപ്പിക്കുക എന്നുള്ളതാണ്. സോ അപ്പം അതുപോലെ ഈ ലിവിങ് ബീയിങ്ങിന്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും പ്രോസസ്സാണ് ഒരു അഗ്രഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഗ്രഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ബിഹേവിയർ എയിംഡ് അറ്റ് കോസിങ് ഹാം ഓർ പെയിൻ, സൈക്കോളജിക്കൽ ഹാം ഓർ പേഴ്സണൽ ഇഞ്ചുറി ഓർ ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇത് കൂടാതെയും കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. ആൻഡേഴ്സൺ ആൻഡ് ബുഷ്മാൻ പറയുന്ന ഒരു ഡെഫിനിഷനാണ് 2002. അപ്പൊ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അഗ്രഷൻ എന്ന് ചോദിക്കുമ്പോൾ ഈ ആൻഡേഴ്സൺ ആൻഡ് ബുഷ്മാൻ അല്ലെങ്കിൽ ബാൻഡുറ ഓർ ബുസ് ഇവരുടെ ആദ്യമായിട്ട് ഡെഫിനിഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഏത് വർഷമാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ ആൻഡേഴ്സൺ ആൻഡ് ബുഷ്മാൻ പറയുന്നത് ഹ്യൂമൻ അഗ്രഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എനി ബിഹേവിയർ ഡയറക്റ്റഡ് ടുവേർഡ്സ് അനദർ ഇൻഡിവിജ്വൽ. അപ്പൊ എപ്പോഴും വേറൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വേറൊരു ലിവിങ് ബീയിങ് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനാണ് ഒരു അഗ്രഷൻ കാണിക്കുന്നതെങ്കിൽ എൻ്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയെ ഹാം ചെയ്യുക അല്ലെങ്കിൽ ഇഞ്ചുർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ആ വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു നിൽക്കുക എന്നുള്ളതാണ്. ഇത്രയും 2 ഫാക്ടേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിന് ഒരു സർജറി ചെയ്യുമ്പം അവിടെ ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വരുന്നുണ്ട്. പക്ഷെ ഡോക്ടറിന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ആ വ്യക്തിയെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ ഹാം ചെയ്യുക എന്നുള്ളതല്ല. അത് ഒരു പോസിറ്റീവ് ലെവലിലാണ് നമ്മൾ ആ ഒരു ഇഞ്ചുറി കൊടുക്കുന്നത്. അതുപോലെ അവിടെ പേഷ്യന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു ട്രീറ്റ്മെന്റിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളതും അല്ല. സോ അപ്പൊ എപ്പോഴും നമ്മൾ ആ ഇന്റൻഷൻ എന്താന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക അഗ്രഷൻ എന്ന് പറയുമ്പോൾ. സോ ഇറ്റ് ഈസ് എ ഹാംഫുൾ ബിഹേവിയർ വിച്ച് വയലേറ്റ് സോഷ്യൽ കൺവെൻഷൻസ്. അപ്പൊ നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള അങ്ങനത്തെ കൺവെൻഷണൽ ഐഡിയാസ് ഒന്നും നമ്മൾ അവിടെ നോക്കുന്നില്ല എന്നുള്ളതാണ്. അതിനെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഹാംഫുൾ ബിഹേവിയർ ആണ് നമ്മളവിടെ കാണിക്കുന്നത്. ആൻഡ് വിച്ച് മേ ഇൻക്ലൂഡ് ഡെലിബറേറ്റ് ഇന്റന്റ് ടു ഹാം ഓർ ഇഞ്ചർ അനദർ പേഴ്സൺ ഓർ ഒബ്ജെക്ട്. Bush defined aggression as a response by an individual that delivers something unpleasant to another person. അപ്പോൾ ഒരിക്കലും വേറൊരു വ്യക്തിക്ക് ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല നമ്മൾ കൊടുക്കുന്നത്, മറിച്ച് നമ്മൾ ആ വ്യക്തിയെ ഇഞ്ചുർ ചെയ്യുകയോ അല്ലെങ്കിൽ ഹാം ചെയ്യുകയോ ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ,
സോ ഇതിന്റെ ഒരു നേച്ചർ നോക്കുക. ഹാം ദാറ്റ് ഈസ് ഇന്റൻഷനൽ. എനിക്ക് ആ ഒരു പർപ്പസ്ഫുള്ളി ആണ് ഞാൻ ആ വ്യക്തിയെ വേദനിപ്പിക്കുന്നത്. എനിക്ക് ആ വ്യക്തി വേദനിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. ആ വ്യക്തിയെ വേദനിച്ചിരിക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ അവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ദ വിക്ടിം ഇസ് മോട്ടിവേറ്റഡ് ടു അവോയ്ഡ് ഇറ്റ്. വിക്ടിമിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുക എന്നുള്ളതാണ് വിക്ടിമിന്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡെവലപ്മെന്റൽ പ്രോസസ്. നമുക്കറിയാം ഇത് എല്ലാ മനുഷ്യരിലും ഒരു ഡെവലപ്മെന്റൽ പ്രോസസ്സിന്റെ പാർട്ടായിട്ട് ഈ അഗ്രഷൻ നമ്മൾ കാണിക്കാറുണ്ട്. സോ ഫിസിക്കൽ അഗ്രഷൻ ആദ്യം ചെറുപ്പത്തിലെ നമ്മൾ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, അവർക്ക് വേണ്ട രീതിയിൽ ഒരു വെർബൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാതിരിക്കുന്ന ഒരു പ്രായത്തിൽ അവർ കാണിക്കുന്ന ദേഷ്യം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ അവർ കാണിക്കുന്നത് ത്രൂ ഫിസിക്കൽ അഗ്രഷനാണ്. അടിക്കുക, അല്ലെങ്കിൽ ഒച്ചയെടുക്കുക, കരയുക, എന്തെങ്കിലും സാധനങ്ങൾ വലിച്ചെറിയുക, അല്ലെങ്കിൽ ടെമ്പർ ടാൻട്രംസ് കാണിക്കുക, ഈ രീതിയിലായിരിക്കും അവർ അഗ്രഷൻ കാണിക്കുക. പക്ഷെ പിന്നീട് ഭാഷ അവരുടെ കയ്യിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവര് ചിലപ്പം ഏതെങ്കിലും ഒരു ഫോൾ ലാംഗ്വേജിലൂടെയോ അല്ലെങ്കിൽ ആ രീതിയിൽ വെർബൽ ലെവലിലായിരിക്കും അവരുടെ അഗ്രഷൻ കാണിക്കുക. ഇപ്പം നമുക്ക് അറിയാൻ പറ്റും, ചെറുപ്പത്തിലെ കുട്ടികൾ കൂടുതൽ നമ്മൾ അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവർ കൂടുതൽ ദേഷ്യം കാണിക്കുക, സ്ക്രീം ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കടിക്കുക, ചവിട്ടുക, പിച്ചുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ അഗ്രഷൻ അവർ എക്സ്പ്രസ് ചെയ്യുക. പിന്നീട് അതൊരു ഭാഷ പഠിച്ചു കഴിയുമ്പോഴേക്കും ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അപ്പം അഗ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഡെവലപ്മെന്റൽ പ്രോസസ്. ഇനി പല തരത്തിൽ നമുക്ക് അഗ്രഷൻ ഉണ്ട്. അപ്പൊ ഇത് ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ പറയുന്നത്, ഫെഷ്ബാക്കിന്റെ ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയുന്നത് 2 തരത്തിൽ നമുക്ക് അഗ്രഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഫസ്റ്റ് ഫോം അഗ്രഷൻ, 2 സെക്കൻഡ് ഫോം അഗ്രഷൻ. ഇപ്പൊ ഫസ്റ്റ് ഫോം അഗ്രഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും റിയാക്റ്റീവ്, നമുക്ക് ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ വെർബൽ വയലന്റ് ലെവലിലുള്ള ഒരു അഗ്രഷൻ ആയിരിക്കും കാണിക്കുക ഫസ്റ്റ് ഫോം അഗ്രഷൻ എന്ന് പറയുമ്പോൾ. അതേസമയം സെക്കൻഡ് ഫോം അഗ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രിഡേറ്ററി അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റൽ ലെവൽ, ഒരു പ്രോ ആക്റ്റീവ് ലെവൽ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം തക്കം പാത്ത് നിന്ന് നമ്മൾ ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ അത്രയും കൺട്രോൾഡ് ലെവലിലായിരിക്കും നമ്മൾ അഗ്രഷൻ കാണിക്കുക. അവിടെ ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ വളരെ കുറവായിരിക്കും. പക്ഷെ എന്തായാലും നമ്മളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് സെയിം ആണ്, ആ വ്യക്തിയെ ഇഞ്ചുറി ചെയ്യുക അല്ലെങ്കിൽ ഹാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ 2 രീതിയിൽ നമ്മൾ അഗ്രഷൻ കാണിക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫെഷ്ബാക്ക്. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഇൻസ്ട്രുമെന്റൽ വേഴ്സസ് ഹോസ്റ്റൈൽ അഗ്രഷൻ എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നിരിക്കുന്നത് അറ്റ്കിൻസ് ആണ്. അതുപോലെ ഡോഡ്ജിയുടെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് അതിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് പ്രോ ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് അഗ്രഷൻ. സോ അത് ഈക്വൽ ടു ഇൻസ്ട്രുമെന്റൽ ആൻഡ് എഫക്റ്റീവ് അഗ്രഷൻ. ദെൻ പോസിറ്റീവ് വേഴ്സസ് നെഗറ്റീവ് അഗ്രഷൻ ഉണ്ട്. പോസിറ്റീവ് അഗ്രഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു കുട്ടി ഒരു തെറ്റ് കാണിച്ചിട്ട് നമ്മൾ അവരെ പണിഷ് ചെയ്യുമ്പോഴും അവിടെ ഒരു ഇഞ്ചുറി ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് പിന്നീട് സംഭവിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള അഗ്രഷൻ നമ്മൾ പോസിറ്റീവ് അഗ്രഷൻ എന്ന് പറയും. നെഗറ്റീവ് അഗ്രഷൻ എന്ന് പറയുമ്പോൾ ടോട്ടലി ആ വ്യക്തിയെ ഡിസ്ട്രോയ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇഞ്ചുറി ചെയ്യിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് അവിടെ വരുന്നത്. സോ അതാണ് നെഗറ്റീവ് അഗ്രഷൻ എന്ന് പറയുന്നത്. മറ്റത് അവിടെ ഒരു ഹെൽത്തി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും ആഫ്റ്റർ ദറ്റ് അഗ്രഷൻ. സോ ദാറ്റ് ഈസ് പോസിറ്റീവ് അഗ്രഷൻ. Then some of the theoretical approaches to aggression. So നമ്മൾ അഗ്രഷൻ എന്താണ് ഡെഫിനിഷൻ മനസ്സിലാക്കി, നേച്ചർ ഓഫ് അഗ്രഷനും മനസ്സിലാക്കി. അടുത്തത് തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു അഗ്രഷൻ ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ബയോളജിക്കൽ അപ്രോച്ചസ് ആണ്. സോ ബയോളജിക്കൽ അപ്രോച്ചസിൽ സൈക്കോ അനലിറ്റിക്കൽ തിയറി അത് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഫ്രോയിഡ് ആണ്. അപ്പൊ ഫ്രോയിഡ് പറയുന്നത് നമ്മളിൽ എല്ലാവരിലും ഇന്നേറ്റ് ആയിട്ട് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ആ ഇൻസ്റ്റിങ്ക്റ്റിന് നമ്മൾ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ താനറ്റോസ് എന്ന് പറയും. അതുപോലെ തന്നെ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, അതിനെ നമ്മൾ ഈറോസ് എന്ന് പറയും. സോ അഗ്രഷൻ എപ്പോഴും വരുന്നത് നമ്മളിലുള്ള ഒരു ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് ഇനീഷ്യലി ഡിറക്റ്റഡ് എഗെയിൻസ്റ്റ് സെൽഫ്. ആദ്യം നമ്മളോട് തന്നെയാണ് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കാണിക്കുക, നമ്മൾ തന്നെ നമ്മൾ ഉപദ്രവിക്കുന്ന രീതിയിൽ. അത് കഴിഞ്ഞ് പിന്നീട് അതൊരു അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് ആ ഒരു അഗ്രഷൻ കാണിക്കത്ത രീതിയിൽ, അല്ലെങ്കിൽ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് സൊസൈറ്റിയിലേക്ക് റീഡയറക്ട് ചെയ്യുന്ന രീതിയിൽ, അത്തരത്തിൽ ഉള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ സൈക്കോ അനലിറ്റിക് പെർസ്പെക്റ്റീവ്. അതുപോലെ തന്നെ ലോറൻസ് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് ഷെയർഡ് ആൻഡ് ഇൻഹെറിറ്റഡ്
ഫൈറ്റിംഗ് ഇൻസ്റ്റിങ്ക്ട് വിത്ത് അതർ സ്പീഷീസ്. അപ്പം നമ്മൾക്ക് അത് ഒരു ജനറ്റിക് ലെവലിലാണ്, അതായത് എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് ലോറൻസ് പറയുന്നത്. അപ്പം ഇദ്ദേഹം പറയുന്നത് അഗ്രഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഗ്രസീവ് ബിഹേവിയർ വരാൻ കാരണം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മൾ നോക്കുമ്പോൾ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റിൽ നിന്നാണ് അഗ്രഷൻ വരുന്നതെന്നാണ് പറയുക. അപ്പം എനിക്ക് ഈ ഒരു വ്യക്തി എന്റെ പാർട്ട്ണർ ആവണമെന്ന് ആഗ്രഹിക്കുന്നു, അപ്പോൾ ഇതേ വ്യക്തി തന്നെ പാർട്ട്ണർ ആവണമെന്ന് വേറൊരു വ്യക്തി ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ ഫൈറ്റിലൂടെയാണ് നമ്മളുടെ പാർട്ട്ണറെ നമ്മൾ നേടിയെടുക്കുന്നതെന്നാണ്. അപ്പൊ അതിലൂടെയാണ് ആ ഒരു അഗ്രസീവ് ബിഹേവിയറിന്റെ ഒരു ഗ്രോത്ത് എന്നാണ് പറയുന്നത്. സോ ലോറൻസ് എത്തോളജിക്കൽ അപ്രോച്ച് അസ്യൂംസ് ദാറ്റ് അഗ്രസീവ് ബിഹേവിയേഴ്സ് ആക്ച്വലി സെർവ് ആസ് എ മീൻസ് ഫോർ മെയിൽസ് ടു ഒബ്റ്റെയിൻ ദ മേറ്റിംഗ് പാർട്ട്നേഴ്സ് ടു പാസ് ദെയർ ജീൻസ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അപ്പൊ നമ്മളുടെ ജീൻ അടുത്ത ജനറേഷനിലേക്ക് പോകണമെങ്കിൽ വി ഷുഡ് ഹാവ് എ പാർട്ട്ണർ. അപ്പം ആ പാർട്ട്ണറെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിൾ, ആ രീതിയിലാണ് അഗ്രഷൻ ഡെവലപ്പ് ചെയ്തത് മനുഷ്യരിൽ എന്നാണ് ലോറൻസിന്റെ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. In the process of evolution and in the quest for survival, aggression is further believed to be useful tool to secure food. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഭക്ഷണത്തിന് വേണ്ടിയും അതുപോലെ ഒരു സ്ഥലം കീഴ്പ്പെടുത്താൻ വേണ്ടിയും ഒക്കെ ആയിട്ട് നമ്മൾ അഗ്രസീവ് ബിഹേവിയർ കാണിക്കുന്നത്. അപ്പൊ അഗ്രഷൻ എന്ന് പറയുന്നത് അന്നൊരു ടൂൾ ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഭക്ഷണം ഇല്ല, അപ്പൊ ഉള്ള ഭക്ഷണം കിട്ടാൻ വേണ്ടി നമ്മളവിടെ തല്ലുപിടിക്കുന്നു. ഇപ്പൊ മൃഗങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഫൈറ്റ് ചെയ്ത് ആ ഫുഡ് നമ്മൾ നേടിയെടുക്കുന്നു, അല്ല ആ ഒരു ടെറിട്ടറി നമ്മളുടെ സ്വന്തമാക്കുന്നു. അപ്പൊ ആ രീതിയിലാണ് അഗ്രഷൻ വളർന്നു വന്നത് എന്നുള്ളതാണ് എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ പറയുന്നത്. അടുത്തത് ഡ്രൈവ് അപ്രോച്ച് ആണ്. ഡ്രൈവ് അപ്രോച്ചും ഈ പറഞ്ഞ പോലെ അതിലും പറയുന്നത് നമ്മളുടെ ഒരു ഡ്രൈവ്, നമുക്കൊരു ഇന്റേണൽ ഡ്രൈവ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഡ്രൈവ് ആണ് ഈ ഒരു അഗ്രസീവ് ബിഹേവിയറിന്റെ കാരണമായിട്ട് പറയുന്നത്. So many social psychologists proposed a psychological explanation which assumed that aggression is primarily originated from a strong drive to harm others. മറ്റുള്ളവരെ വേദനിപ്പിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഡ്രൈവ് നമ്മൾ ഉണ്ടാവുന്നു, അതാണ് ഒരു അഗ്രസീവ് ബിഹേവിയറിലേക്ക് നമ്മൾ എത്തിക്കുന്നതെന്നാണ് പറയുന്നത്. സോ എ നമ്പർ ഓഫ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഫ്രസ്ട്രേഷൻ, provocation by others, presence of priming cue, etc. may instigate this drive in the person, which is expressed in the form of aggressive behaviors at the overt level. So ഡ്രൈവ് തിയറിയിൽ പറയുന്നത് എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നു. ഫ്രസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗോളിലേക്ക് എത്താനായിട്ട് ഒരു ബ്ലോക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഫ്രസ്ട്രേഷൻ വരുന്നത്. സോ അത്തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ സംഭവിക്കുമ്പോഴും അതുപോലെ മറ്റുള്ളവർ നമ്മളെ ടീസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു ബുള്ളിങ്ങോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പ്രൊവോക്ക് ചെയ്യുമ്പോഴും അതുപോലെ അവിടെ എന്തെങ്കിലും ഒരു ആയുധം അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത്തരത്തിലുള്ള സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് വരുമ്പം അത് നമ്മളിൽ ഒരു ഡ്രൈവ് ഉണ്ടാക്കുന്നു. അപ്പം ആ ഡ്രൈവ് ആണ് നമ്മൾ ഒരു എക്സ്പ്രഷൻ ലെവലിലേക്ക് വരുമ്പോൾ അത് അഗ്രസീവ് ബിഹേവിയർ ആവുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ ദസ് ഡ്രൈവ് തിയറീസ് ഡിസ്റിഗാർഡ് ദ പ്രൊപ്പോസിഷൻ ദാറ്റ് അഗ്രഷൻ ഈസ് റിസൾട്ട് ഓഫ് എൻ ഇന്നേറ്റ് ഇൻസ്റ്റിങ്. അപ്പൊ നമുക്കൊരു ഇന്നേറ്റ് ഇൻസ്റ്റിങ് ഉള്ളതുകൊണ്ട് മാത്രമല്ല നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അഗ്രസീവ് ആയിട്ട്, മറിച്ച് എക്സ്റ്റേണൽ അല്ലെങ്കിൽ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡ്രൈവ് അപ്രോച്ചിൽ പറയുന്നത്. അടുത്തത് സോഷ്യൽ ലേണിംഗ് അപ്രോച്ച് ആണ്. സോഷ്യൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാം അതൊരു ഒബ്സർവേഷൻ മെത്തേഡാണ്. അപ്പം മറ്റുള്ള ആളുകളിലെ ഞാൻ കാണുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു അഗ്രസീവ് ബിഹേവിയർ ഞാൻ കാണുന്നു, അതുപോലെ ഞാൻ വായിച്ചറിയുന്നു, ഒരു സ്റ്റോറിയിൽ നിന്ന് ഞാൻ വായിച്ചറിയുന്നു ആ ഒരു വ്യക്തി ഏത് രീതിയിലാണ് അഗ്രസീവ് ബിഹേവിയർ കാണിക്കുന്നത്, അതിൽ നിന്ന് ആ വ്യക്തിക്ക് എന്ത് മെച്ചമാണ് നേടിയത് അല്ല ആ വ്യക്തിക്ക് ഒരു ബെനിഫിറ്റ് കിട്ടിയത് ഞാൻ മനസ്സിലാക്കുന്നു. സോ അത്തരത്തിലുള്ള വിക്കേരിയസ് ലേണിങ്ങിലൂടെയും വിക്കേരിയസ് കണ്ടീഷനിലൂടെയും അതുപോലെ അഗ്രസീവ് ആയിട്ടുള്ള സോഷ്യൽ മോഡൽസിലൂടെ അവരെ നമ്മൾ കണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തതാണ് ഇത്തരത്തിലുള്ള ബിഹേവിയർ. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഞാൻ ഈ രീതിയിൽ അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യണം, ബിക്കോസ് ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതും ഈ രീതിയിലാണ്. സോ അതാണ് നമ്മളുടെ ഒരു സോഷ്യൽ ലേണിംഗ് അപ്രോച്ചിൽ പറയുന്നത്. സോ അഗ്രസീവ് ബിഹേവിയർ ആർ ലേൺഡ് ഇൻ ദ സെയിം വേ ആസ് വി ലേൺ അതർ സോഷ്യൽ ബിഹേവിയേഴ്സ്. മറ്റ് സോഷ്യൽ ബിഹേവിയേഴ്സ് നമ്മൾ എങ്ങനെ പഠിക്കുന്നു അതേ രീതിയിലാണ് നമ്മൾ അഗ്രഷനും പഠിച്ചെടുക്കുന്നതെന്നാണ് ഡാൻഡുറയുടെ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. സോ ലേണിംഗ് ഓഫ് അഗ്രഷൻ ബൈ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഒക്കേഴ്സ് വെൻ എ പേഴ്സൺ അഗ്രസീവ് ബിഹേവിയർ ഇസ് റിവാർഡഡ്. അപ്പൊ എപ്പോഴെങ്കിലും ഒരു കുട്ടി അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്തതിന്റെ റിസൾട്ടായിട്ട് അവന് എന്തെങ്കിലും ഒരു മെച്ചം കിട്ടിയിട്ടുണ്ടാവും. ടെമ്പർ ടാൻട്രം കാണിച്ചപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പം
അച്ഛൻ വാങ്ങിച്ചു കൊടുത്തില്ല, അല്ലെ അമ്മ വാങ്ങിച്ചു കൊടുത്തില്ല. അപ്പൊ കുട്ടി അവിടെ കിടന്ന് എളുത്ത് ഉരുണ്ട് പിരണ്ട് കിടന്ന് കരഞ്ഞു, ടെമ്പർ ടാൻട്രം കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നു. കുട്ടിക്ക് അതൊരു റിവാർഡായിട്ട് തോന്നുകയാണ്. കുട്ടി ഈ ഒരു ബിഹേവിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുകയാണ്. സോ അത്തരത്തിലുള്ള അഗ്രസീവ് ബിഹേവിയേഴ്സ് എപ്പോഴെങ്കിലും റിവാർഡഡ് ആയിട്ട് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് കുട്ടിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒരു ലേണിംഗ് ആണ് ടു കണ്ടിന്യൂ ദാറ്റ് അഗ്രസീവ് ബിഹേവിയർ ഇൻ ഫ്യൂച്ചർ. On the other hand, aggressive behaviors can be learned by merely observing models attaining their goals by aggressive behavior. അപ്പൊ അഗ്രസീവ് ബിഹേവിയർ കാണിക്കുന്നത് കൊണ്ട് ചേട്ടന് അങ്ങനെ ഒരു കാര്യം കിട്ടി, അല്ലെങ്കിൽ ചേച്ചിക്ക് അങ്ങനെ ഒരു കാര്യം കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് കാണിക്കാനായിട്ട് ശ്രമിക്കും. സോ അത്തരത്തിലുള്ള ലൈവ് മോഡൽസ് വഴി നമ്മൾ അഗ്രസീവ് ബിഹേവിയേഴ്സ് പഠിക്കുകയാണ് ചെയ്യുന്നത്. Apart from such live modeling, we can learn aggressive behaviors by watching aggressive or violent movies and television programs and by playing aggressive video games also. സോ അതുപോലെ അഗ്രസീവ് വീഡിയോ ഗെയിംസിലൂടെ നമ്മൾ അഗ്രസീവ് ആയിട്ടുള്ള വീഡിയോ ഗെയിംസ് ഒത്തിരി കണ്ടു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഡീസെൻസിറ്റൈസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് വരും. സോ അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യാം, അല്ലെ ഈ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ട് തെറ്റില്ല എന്നുള്ളൊരു തെറ്റായ മനസ്സിലാക്കൽ നമ്മൾ സംഭവിക്കുന്നു. അങ്ങനെയും നമ്മുടെ അഗ്രസീവ് ബിഹേവിയേഴ്സ് വർദ്ധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതാണ് നമ്മൾ സോഷ്യൽ ലേണിംഗ് അപ്രോച്ചിലൂടെ മനസ്സിലാക്കുന്നത്. So social learning approach further suggests that even the aggressive behaviors are once learned, they are latently stored in the behavior reservoir of the individual. എപ്പോഴെങ്കിലും നമ്മൾ പഠിച്ച സാധനം നമ്മളുടെ ഒരു റിസർവോയറിലെ ബിഹേവിയർ റിസർവോയറിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എക്സ്പ്രഷൻ ഓഫ് ദീസ് ബിഹേവിയേഴ്സ് ഇൻ ഗിവൺ സിറ്റുവേഷൻ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ അത്തരത്തിലുള്ള ബിഹേവിയർ കാണിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഈ ഒരു ബിഹേവിയർ നമ്മൾ എടുത്തിടുന്നത് ആണ് എന്നാണ് പറയുന്നത്. സോ ഇൻ ദ പാസ്റ്റ് such as rewards or punishment received for aggressive behavior in similar situations in past. So social learning also help us in understanding the appropriate and social approved ways and targets of aggressive behavior in a situation. അടുത്തത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് ആണ്. സോ ഇതിൽ പറയുന്നത് എപ്പോഴും ഏതെങ്കിലും രീതിയിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും അഗ്രഷന്റെ മുന്നിൽ എന്നാണ് പറയുന്നത്, അഗ്രഷന്റെ പിന്നിൽ. അപ്പൊ ഒരു അഗ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ പിന്നിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഏതെങ്കിലും രീതിയിൽ നമ്മൾ റീച്ച് ചെയ്യേണ്ട ഒരു ഗോളിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഇന്റർഫിയറൻസ് വന്നതിന് ശേഷം വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ വരുന്നത്. ഈ ഫ്രസ്ട്രേഷൻ ആണ് നമ്മൾ അഗ്രഷൻ ലെവലിലേക്ക് കാണിക്കുന്നത്. സോ hypothesis propose that the occurrence of aggressive behavior always presupposes the existence of frustration and contrariwise that the existence of frustration always lead to some form of aggression. So adana ഡോളറിന്റെ ഹൈപ്പോത്തസിസിൽ പറയുന്നത്. The hypothesis further defines frustration as an environmental event. അപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്ന എപ്പോഴും പുറമേ ഉള്ളൊരു സാഹചര്യം വെച്ചിട്ടാണ്, as an interference with the occurrence of an instigated goal response. Thus, the hypothesis proposes that frustration as an event that obstructs നമ്മളുടെ ഒരു ഗോളിലേക്കുള്ളൊരു തടസ്സം, ഗോളിലേക്ക് എത്താനുള്ള ഒരു തടസ്സമായിട്ട് അവിടെ നിൽക്കുകയാണ്. ആ ഒരു ഇവന്റ് ആണ് നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നത്. അത് നമ്മളുടെ അഗ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പറയുന്നത്. The next is excitation transfer theory. Excitation transfer theoryയിൽ പറയുന്നത് നമ്മൾക്ക് അത്തരത്തിലൊരു ഫ്രസ്ട്രേഷൻ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു അഗ്രഷൻ കാണിക്കുന്നു. ഈ അഗ്രഷൻ നമ്മളുടെ ബിഹേവിയറിൽ കാണുന്നത് അത് ഡിസിപ്പേറ്റ് ചെയ്യുന്നത് വളരെ പതുക്കെയാണ്. അപ്പം അതിനിടയിൽ വേറെ ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അഗ്രസീവ് ബിഹേവിയർ അവിടെ കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. സോ അറൗസൽ ഒക്കറിങ് ഇൻ വൺ സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ ട്രെയിനിൽ നമ്മൾ ഒരിടത്ത് യാത്ര ചെയ്യണം. അപ്പൊ നമ്മൾ അതിന് മുന്നേ വന്ന ബസ്സിൽ നിന്ന് ബസ് ലേറ്റ് ആയി പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇറിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അഗ്രഷന്റെ ഒരു പോസിബിലിറ്റി അവിടെ വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അവിടുന്ന് ട്രെയിനിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കാണുന്ന ക്യൂ കാണുമ്പോൾ വേറൊരു വ്യക്തി നോർമലി ആ ക്യൂ കാണുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ആ ക്യൂവിന് ട്രെയിനിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുന്ന ഒരു കൗണ്ടറിലെ ക്യൂ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിന്റെ കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഒരു അഗ്രഷൻ അവിടെ ഉള്ളത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. സോ അറൗസൽ ഒക്കറിങ് ഇൻ വൺ സിറ്റുവേഷൻ ക്യാൻ persist and intensify emotional reactions occurring in later unrelated situations. So often physiological arousal dissipates slowly over time. As a result, some portion of such arousal, so ഇതിന്റെ വേറൊരു ഭാഷയിൽ നമ്മൾ പറയണ ഇപ്പം
ഏതെങ്കിലും രീതിയിൽ നമ്മൾക്ക് ഒരു ഫ്രസ്ട്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ അവിടെ നിൽക്കുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിന് മുന്നേ വേറെ ഏതെങ്കിലും ഒരു അൺറിലേറ്റഡ് സിറ്റുവേഷനിൽ പോലും നമ്മൾ ആ ഫ്രസ്ട്രേഷൻ കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അപ്പൊ എന്തുകൊണ്ട് അവിടെ എന്താ ഇത്ര റിയാക്ട് ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ നിന്ന് വന്നതിന്റെ ആ ഒരു ചുരുക്ക് മാറിയിട്ടില്ല എന്ന് ആളുകൾ പറയുന്നുണ്ട്. സോ ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നതാണ് ഫിസിയോളജിക്കൽ അറൗസൽ നമ്മളുടെ ഇന്ന് അഡിസിപ്പേറ്റ് ചെയ്യുന്നത് വളരെ വൈകിയാണ്. അത് കുറച്ച് സമയം എടുത്തിട്ടാണ് അത് സംഭവിക്കുന്നത്. അതിനിടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഇമോഷണൽ എക്സ്പീരിയൻസസ് കൂടുതൽ ഇന്റൻസിഫൈ ചെയ്യാനുള്ള പോസിബിലിറ്റി പറയുന്നുണ്ട്. സോ അതാണ് എക്സൈറ്റേഷൻ ട്രാൻസ്ഫർ തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ജനറൽ അഗ്രഷൻ മോഡൽ. ജനറൽ അഗ്രഷൻ മോഡൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ആൻഡേഴ്സൺ ആൻഡ് ബുഷ്മാൻ ആണ്. അപ്പം ഇവരുടെ ഒരു വ്യൂ പോയിന്റിൽ പറയുന്നത് നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പേഴ്സൺ ഫാക്ടേഴ്സും സിറ്റുവേഷണൽ ഫാക്ടേഴ്സും. അപ്പം ഈ രണ്ട് ഫാക്ടേഴ്സിൽ നിന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ്, ഈ രണ്ട് ഫാക്ടേഴ്സും വെച്ചിട്ട് അതിനിടയിൽ നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ എഫക്റ്റ്, അതുപോലെ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ വിലയിരുത്തുന്നു, അതിനനുസരിച്ചിട്ടാണ് വെദർ ഞാനൊരു ഇമ്പൾസീവ് ആയിട്ട് ആക്ട് ചെയ്യണോ അല്ലെങ്കിൽ ഒരു തോട്ട്ഫുൾ ആയിട്ട് ആക്ട് ചെയ്യണോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. സോ ഇത്രയും പ്രോസസ്സ് വരുന്നുണ്ട് ഒരു ജനറൽ അഗ്രഷൻ മോഡലില്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പേജ് നമ്പർ 170. ഇതാണ് ആ മോഡൽ വരുന്നത്. സോ സ്റ്റേജ് 1 ഇൻപുട്ട് വേരിയബിൾസ് നോക്കുമ്പോൾ സിറ്റുവേഷണൽ ഫാക്ടേഴ്സും പേഴ്സണൽ ഫാക്ടേഴ്സും. ഇപ്പൊ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ പ്രൊവോക്ക് ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള മോഡൽസിനെ നമ്മൾ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഡിസ്കംഫർട്ട്, ചൂടോ അല്ലെങ്കിൽ നോയ്സോ ക്രൗഡോ പൊല്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ആയിരിക്കും വരിക. അപ്പൊ ഇതിനെയാണ് നമ്മൾ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയാം. ദെൻ പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പേഴ്സണൽ ഡിസ്പോസിഷൻസ് എന്തൊക്കെയാണുള്ളത്, നമ്മുടെ ട്രേറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ബി ബിഹേവിയർ, നമ്മളുടെ എങ്ങനെയാണ് പാറ്റേൺ എങ്ങനെയാണ്, ഈ ഫാക്ടേഴ്സ് എല്ലാം. അതുപോലെ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മളുടെ ഒരു ബിലീഫ് എന്താണ്, നമ്മളുടെ ഒരു ഹോട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ, നമുക്ക് ഒരു അഗ്രസീവ് ആക്ട്സ് എങ്ങനെയാണ്, നമ്മളുടെ ഒരു സ്കില്ല് എങ്ങനെയാണ് അത് പെർഫോം ചെയ്യാനുള്ളത്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാം. സോ അത്തരത്തിലുള്ള സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സും നമ്മളിലുണ്ട്. അവിടെ നമ്മുടെ ഒരു പ്രസന്റ് ഇന്റേണൽ സ്റ്റേറ്റിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ നമ്മൾ അഫക്റ്റ് വരുന്നുണ്ട്, കോഗ്നിഷൻ വരുന്നുണ്ട്, അറൗസൽ വരുന്നുണ്ട്. ഇത് മൂന്നും ഒരു സൈക്കിൾ ലെവലിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മളുടെ ഒരു അപ്രൈസൽ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ എത്തുന്നു. ഈ ഡിസിഷൻ കഴിഞ്ഞിട്ട് ആ ഡിസിഷൻ എന്ന് പറയുന്നതാണ് ഒന്നില്ലെങ്കിൽ ഒരു തോട്ട്ഫുൾ ആക്ഷൻ ആവാം. തോട്ട്ഫുൾ ആക്ഷൻ ആകുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു നോൺ അഗ്രസീവ് ബിഹേവിയറിലേക്ക് എത്തുന്നു. അതേസമയം നമ്മളുടെ ആ ഒരു ഡിസിഷന് ശേഷം നമ്മൾ എടുക്കുന്ന ഒരു ഇമ്പൾസീവ് ആക്ഷൻ ആണെങ്കിൽ അതൊരു അഗ്രസീവ് ബിഹേവിയറിലേക്ക് വരുന്നു. അപ്പം ഇതാണ് അഗ്രഷൻ, ജനറൽ അഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത്. സോ സിറ്റുവേഷൻ ഫാക്ടേഴ്സ് പറയുമ്പോൾ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസൾട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊവോക്കേഷനോ, അല്ലെങ്കിൽ അഗ്രസീവ് മോഡൽസിനെ നമ്മൾ കണ്ടിട്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാം. ദെൻ പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രേറ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ്, ഇതെല്ലാം വരാം. അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സ്, സിറ്റുവേഷൻ ഫാക്ടേഴ്സും അതുപോലെ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സും, ഇതാണ് നമ്മളുടെ ഒരു ഓവേർട്ട് ആയിട്ടുള്ള ഒരു അഗ്രഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അവിടെ അറൗസൽ സിറ്റുവേഷൻ ഉണ്ട്, അഫക്റ്റീവ് സ്റ്റേറ്റ്സ് ഉണ്ട്, കോഗ്നിഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ തിയറീസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ തിയറീസിൽ ഫസ്റ്റ് ബയോളജിക്കൽ അപ്രോച്ചസ് വരുന്നുണ്ട്, ദെൻ സെക്കൻഡ് ഡ്രൈവ് അപ്രോച്ചസ് വരുന്നുണ്ട്, ദെൻ തേർഡ് സോഷ്യൽ ലേണിംഗ് അപ്രോച്ചസ്, ദെൻ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ്, എക്സൈറ്റേഷൻ ട്രാൻസ്ഫർ തിയറി, ദെൻ ജനറൽ അഗ്രഷൻ മോഡൽ. ഇത്രയാണ് വരുന്നത്. നെക്സ്റ്റ് കോസസ് ഓഫ് അഗ്രഷൻ. അഗ്രഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് നമ്മൾ എന്നുള്ളതാണ് അടുത്തത്. സോ അഗ്രഷന്റെ കാരണങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം, അഗ്രഷൻ എന്ന് പറയുന്നത് അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് നമ്മളുടെ ബിഹേവിയറിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വ്യക്തി അഗ്രസീവ് ആണ് അല്ലെങ്കിൽ അല്ല എന്ന് മനസ്സിലാക്കുന്നത്. സോ നമ്മളുടെ ബിഹേവിയറൽ എക്സ്പ്രഷനിലാണ് നമുക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഒരു അഗ്രസീവ് ബിഹേവിയർ നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ പല ഫാക്ടേഴ്സ്, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. സോ കോസസ് ഓഫ് അഗ്രഷനിൽ പേഴ്സണൽ ഫാക്ടേഴ്സും ഇന്റർപേഴ്സണൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, ഇങ്ങനെ രണ്ട് രീതിയിൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. സോ പേഴ്സണൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. പേഴ്സണൽ ഫാക്ടേഴ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രസ്ട്രേഷനും പ്രൊവോക്കേഷനും,
ഇതാണ് മെയിൻ ഫാക്ടേഴ്സിൽ ഒരു ഫാക്ടറായിട്ട് വരുന്നത്. ഫ്രസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു കോമൺ കോസ് ആണ്. അഗ്രഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് പ്രശ്നം, എവിടെയാണ് നിനക്ക് തടസ്സം സംഭവിച്ചതെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. സോ അത്തരത്തിലുള്ള തടസ്സങ്ങൾ നമുക്ക് വരുമ്പോൾ, ഒരു ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ അല്ലെങ്കിൽ ഹിൻഡ്രൻസ് വരുമ്പോഴാണ് നമ്മൾ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളതാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. സോ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് ബൈ ഡോളർ ആൻഡ് മില്ലർ argued that we behave aggressively when any obstacle obstructs our goal-directed behavior and consequently we fail to obtain that goal. ആ ഗോള് നമ്മൾക്ക് അറ്റൈൻ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ഒരു തടസ്സം വരുമ്പോഴേക്കും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, നമ്മൾ ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ അഗ്രസീവായിട്ട് പെരുമാറും. ഡയറക്റ്റ് ഫിസിക്കൽ ഓർ വെർബൽ പ്രൊവക്കേഷൻ, അതാണ് രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത്. അപ്പം അതിപ്പോൾ ഏത് രീതിയിലാവാം, നമുക്കൊരു അരഗന്റ് ആയിട്ട് നമ്മളടുത്ത് ബിഹേവ് ചെയ്യുന്നു, നമ്മളെ ആവശ്യമില്ലാതെ ഒരു അൺജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ക്രിറ്റിസിസംസ് നമ്മളിലേക്ക് എത്തുന്നു, അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മളെ കളിയാക്കുന്നു, നമ്മളുടെ ഒരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇമേജിനെ തകർക്കുന്ന രീതിയിൽ നമ്മളടുത്ത് ബിഹേവ് ചെയ്യുന്നു, നമ്മുടെ സ്റ്റേറ്റസിനെ തകർക്കുന്ന രീതിയിൽ, എസ്റ്റീമിനെ തകർക്കുന്ന രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊവോക്കേറ്റഡ് ആവുന്നു. ആ പ്രൊവക്കേഷൻ അഗ്രഷന് ഒരു കാരണമാകുന്നു എന്നുള്ളതാണ്. സോ ഫ്രസ്ട്രേഷനും പ്രൊവക്കേഷനും. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ആൻഡ് അഗ്രഷൻ. ചില ആളുകൾ നമുക്കറിയാൻ പറ്റും, ഒരേപോലത്തെ സിറ്റുവേഷൻ ആണെങ്കിലും ചില വ്യക്തികൾ അഗ്രസീവ് ആവുന്നു, ചില വ്യക്തികൾ അതിനെ കാമായിട്ട് നേരിടുന്നു. സോ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആ പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒരു ഡിഫറൻസ് ആണ്. സോ ടാസ്ക് മോഡലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ടാസ്ക് മോഡലിൽ പറയുന്നത് ഹൈ ട്രേറ്റ് അഗ്രസീവ്നെസ് എന്ന് പറയുന്ന ഒരു ട്രേറ്റ് ഹൈ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ചെറിയ പ്രൊവക്കേഷൻ, ലീസ്റ്റ് പ്രൊവക്കേഷൻ വന്നു കഴിഞ്ഞാലും അവർ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യും. ആ സമയം ഒരു അഗ്രസീവ്നെസ് എന്ന് പറയുന്ന ട്രേറ്റ് വളരെ ലോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊവക്കേഷൻ വന്നാൽ മാത്രമാണ് അവർ റിയാക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ പറയും, ചില ആളുകൾ പറയും എത്ര കുത്തിയാലും അവൻ റിയാക്ട് ചെയ്യില്ല, അത്രയും സഹി കെട്ടിട്ടുണ്ടാവും, അപ്പോഴായിരിക്കും അവൻ റിയാക്ട് ചെയ്തത് എന്ന് പറയുന്നത് അവരുടെ പേഴ്സണാലിറ്റി ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രേറ്റ് അഗ്രസീവ്നെസ് വളരെ ലോ ആയിരിക്കും. എന്നിട്ടാണ് അവർ അഗ്രസീവായിട്ട്, അപ്പം അത്രയും സ്ട്രോങ് പ്രൊവക്കേഷൻ അവരിൽ വന്നിട്ടുണ്ടാവും. അതുപോലെ ടൈപ്പ് എ ബിഹേവിയർ പാറ്റേൺ ഉള്ളവർ, അവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ കോമ്പറ്റീറ്റീവ് ഡ്രൈവ് ഉള്ള ആളുകളായിരിക്കും, പെട്ടെന്ന് ഹൈലി ഇറിറ്റബിൾ ആയിട്ടുള്ളൊരു നേച്ചർ ആയിരിക്കും അവരിൽ കാണുക. അതുപോലെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് വരുമ്പോൾ എപ്പോഴും അഗ്രസീവ് ആയിട്ടുള്ള ഒരു മോഡായിരിക്കും അവരിൽ കാണുക. അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് അഗ്രഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് കമ്പയർഡ് ടു ടൈപ്പ് ബി ബിഹേവിയർ. ടൈപ്പ് ബി ബിഹേവിയർ എന്ന് പറയുന്ന ആളുകൾ പൊതുവെ അവർ വളരെ റിലാക്സ്ഡ് ആയിരിക്കും, അതുപോലെ അവർ വളരെ സെൻസിബിൾ ആയിട്ടും അതുപോലെ സോബർ ആയിട്ടും ആയിരിക്കും അവർ റിയാക്ട് ചെയ്യുക. ഓക്കെ, സോ അതാണ് ടൈപ്പ് ബി ബിഹേവിയർ എന്ന് പറയുന്നത്. സോ ടൈപ്പ് എ ബിഹേവിയർ ഉള്ള ആളുകൾ ദേ ആർ മോർ പ്രോൺ ടു അഗ്രസീവ് ബിഹേവിയർ. ദെൻ അടുത്തത് ലോ സെൽഫ് കൺട്രോൾ. നമുക്കറിയാം സെൽഫ് കൺട്രോളും സെൽഫ് റെഗുലേഷനും ഇല്ലാത്ത ആളുകൾ ഒബ്വിയസ്ലി അവർ കൂടുതലും അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ അടുത്തത് ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് പറയുന്നത് നാർസിസിസം. നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അവരും അവരുടെ എക്സ്ട്രീം ലെവലിൽ അവർ അഗ്രഷൻ കാണിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നാർസിസിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും അവർ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് ഇമേജിനെ ഏതെങ്കിലും രീതിയിൽ നോവിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലും അവർക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത ആളുകളായിരിക്കും. അപ്പം അവർ ആ രീതിയിൽ അഗ്രസീവായിട്ട് മാത്രമായിരിക്കും അവരൊരു റിയാക്ഷൻ കാണിക്കുക. സോ ഇതൊക്കെയാണ് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് വരുന്നത്. ഒന്ന് അഗ്രസീവ് ട്രേറ്റ് ഉള്ളവർ, അതുപോലെ ടൈപ്പ് എ ബിഹേവിയർ പാറ്റേൺ ഉള്ളവർ, ലോ സെൽഫ് കൺട്രോൾ ഉള്ളവർ, ദെൻ നാർസിസിസ്റ്റിക് ട്രേറ്റ് ഉള്ളവർ. നെക്സ്റ്റ് ബ്രെയിൻ ഡിസ്ഫങ്ഷൻസ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇപ്പോൾ ഫ്രണ്ടൽ അല്ലെങ്കിൽ ടെമ്പറൽ റീജിയൻ ഓഫ് ദ ബ്രെയിൻ ഇവിടെ ഫങ്ഷൻ ശരിയല്ല എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. പിന്നെ അതുപോലെ EEG വേവ് സ്ലോ ആയിട്ടുള്ള ആളുകളിലും അഗ്രഷൻ പോസിബിലിറ്റി കൂടുതലാണ്. ദെൻ റെഡ്യൂസ്ഡ് ഗ്ലൂക്കോസ് മെറ്റബോളിക് റേറ്റ്, ഗ്ലൂക്കോസിന്റെ മെറ്റബോളിക് റേറ്റ് കുറവ് ഉള്ളവരിലും അഗ്രഷൻ ലെവൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. നമുക്കറിയാം ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളിൽ അഗ്രസീവ് ബിഹേവിയർ കൂടുതലായിരിക്കും. അപ്പം ഇവരുടെ നമ്മൾ സ്റ്റഡി ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്രീ ഫ്രണ്ടൽ റീജിയനിൽ ഗ്രേ മാറ്ററിന്റെ വോളിയം വളരെ കുറവാണ് എന്ന് നമുക്ക് പറയാം. ദേ ഷോ 11% റിഡക്ഷൻ ഇൻ ദ ലെവൽ ഓഫ് വോളിയം ഓഫ് പ്രീ ഫ്രണ്ടൽ ഗ്രേ മാറ്റർ. ദെൻ കാരണം എന്താ വെച്ചാൽ ഈ പ്രീ ഫ്രണ്ടൽ റീജിയനാണ് നമ്മൾ ഇമോഷണൽ റിയാക്ഷൻസ് എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പം ആ റീജിയനിലുള്ള ഗ്രേ മാറ്ററിന്റെ വോളിയം ഇവരിൽ കുറവായിട്ട് ഒരു 11% റിഡക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതും ഒരു റീസൺ ആയിട്ട് പറയുന്നുണ്ട്, അവരുടെ അഗ്രസീവ് ബിഹേവിയറിന്റെ റീസൺ ആയിട്ട്, ഒരു ബയോളജിക്കൽ റീസൺ ആയിട്ട് പറയുന്നുണ്ട്.
ദെൻ ബയോകെമിക്കൽ ഇൻഫ്ലുവൻസസ്. നമുക്കറിയാം അഗ്രഷൻ തന്നെയല്ല ഏത് ബിഹേവിയേഴ്സിനും നമുക്കറിയാം കെമിക്കൽസിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിന്റെ ലെവല് നമുക്ക് അഗ്രഷനുമായിട്ട് നമുക്ക് കോറിലേറ്റഡ് ആണ്. അപ്പം ടെസ്റ്റോസ്റ്റിറോണിന്റെ ലെവൽ ഇവരിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സെറോട്ടോണിൻ ലെവല് ഇവരിൽ കുറവായിട്ടും കാണുന്നുണ്ട് അഗ്രഷൻ ഉള്ള ആളുകളിൽ. ദെൻ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ആൽക്കഹോൾ കൺസപ്ഷൻ. അപ്പൊ ആൽക്കഹോൾ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ആ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് കപ്പാസിറ്റി ആൽക്കഹോള് മോശമാക്കുന്നു, അല്ലെ അത് ഇമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസ്പോൺസ് ഇമ്പൾസസ് ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളിൽ കുറവ് ആവുന്നു. സോ ലീഡിങ് ടു റെഡ്യൂസ്ഡ് എബിലിറ്റി ടു ആന്റിസിപ്പേറ്റ്. അപ്പോൾ നമ്മൾ അഗ്രസീവായിട്ട് റെസ്പോണ്ട് ചെയ്താൽ അതിന് ഇന്ന ഒരു കോൺസിക്വൻസസ് വരും എന്നുള്ളൊരു അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെ ചിന്തിച്ചെടുക്കാനുള്ള ഒരു എബിലിറ്റി നമ്മളിൽ കുറയുന്നു. സോ അപ്പൊ നമ്മൾ വയലന്റ് ആയിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നു, അതിന്റെ റെസ്പോൺസസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ വരുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. സോ ഇറ്റ് ഇമ്പയർസ് ദ ഇൻഫർമേഷൻ പ്രോസസിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ റിക്വയർഡ് ടു ഇൻഹിബിറ്റ് റെസ്പോൺസ് ഇമ്പൾസസ്. നമുക്കറിയാം ഇപ്പൊ നമുക്ക് നോർമൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്കറിയാം ഏത് രീതിയിൽ ഇന്നയാളുടെ അടുത്ത് റിയാക്ട് ചെയ്യണം, ഏത് രീതിയിൽ ഇന്നയാളുടെ അടുത്ത് റിയാക്ട് ചെയ്യണം നമുക്കറിയാം. പക്ഷെ ആൽക്കഹോൾ വരുമ്പം ആ ഒരു കപ്പാസിറ്റിയെ അവിടെ കുറയ്ക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിയെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. So the person fails to take note of social values and norms that restrict a person to behave aggressive. അടുത്തത് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ ആണ്. ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ അതാണ് അടുത്തൊരു പേഴ്സണൽ ഫാക്ടറിൽ പറയുന്നത്. സോ മെനി ടൈംസ് വി ആർ നോട്ട് ഏബിൾ ടു എക്സ്പ്രസ് അവർ അഗ്രഷൻ ടു ദ ഒറിജിനൽ പ്രൊവക്കേഷൻ ഓർ ടാർഗറ്റ് ഡ്യൂ ടു മെനി പോസിബിൾ റീസൺ. നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ല് പറയുന്നത് ഇപ്പൊ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട്. അപ്പൊ അങ്ങാടിയിൽ തോക്കുക എന്ന് പറയുന്നത് എനിക്ക് അവിടെ ചെറുത്ത് നിന്നാൽ അവിടെ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തൊരു ഫീൽഡിൽ അവിടെ നമുക്ക് ബോസ് ചെയ്യുന്ന ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ആ ചെയ്യുന്ന രീതി തെറ്റാണെന്ന് പറഞ്ഞാലും നമുക്ക് അത് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് അഗ്രഷൻ ചെയ്യാൻ, അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ആ ഒരു അഗ്രഷൻ അവിടെ ബാക്കി നിൽക്കുകയാണ്. ഈ ബാക്കി നിൽക്കുന്ന അല്ലെങ്കിൽ റെസിഡ്യൂ ആയിട്ട് നിൽക്കുന്ന അഗ്രഷൻ നമ്മൾ കുറച്ചും കൂടി സേഫ് ആയ ഒരു സൈഡിലേക്ക്, ഐദർ ഇന്നസെന്റ് ഓർ മൈൽഡ്ലി ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ ചെയ്യുന്നത് അഗ്രഷൻ ബിഹേവിയർ ചെയ്യുന്നതാണ് പറയുന്നത്. സോ അതാണ് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ. അപ്പൊ ആ പ്രോപ്പർ പ്ലേസിൽ ഞാൻ ചെയ്യുന്നില്ല, പകരം ഞാൻ വേറൊരു ടാർഗറ്റിലേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. So many times we are not able to express our aggression to the original provocation or target due to many possible reasons such as unavailability of the source, abstract or intangible nature of the source being stronger and fear of getting punished. അപ്പം അവിടെ എനിക്കൊരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു റെസിഗ്നേഷൻ അല്ലെങ്കിൽ ഒരു ക്വിറ്റ് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവും എന്ന് പേടിച്ചിട്ട് നമ്മൾ അവിടെ ആ ഒരു പ്രോപ്പർ സിറ്റുവേഷനിൽ നമ്മൾ ആ അഗ്രഷൻ കാണിക്കാതെ മറിച്ച് നമ്മളൊരു ഐദർ ഇന്നസെന്റ് ഓർ മൈൽഡ്ലി ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ടാർഗറ്റിലേക്ക് നമ്മുടെ അഗ്രഷൻ എക്സ്പ്രസ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഡിസ്പ്ലേഡ് അഗ്രഷൻ. അടുത്തത് ഏജ് ആണ് ഒരു ഫാക്ടർ പറയുന്നത്. ഏജിൽ പറയുന്നത് കുട്ടികളിലാണ് കൂടുതലും അഗ്രസീവ് ബിഹേവിയർ കാണിക്കുക എന്നാണ് പറയുന്നത്. സോ ഡെസ്പൈറ്റ് ഓഫ് ജനറൽ ബിലീഫ് ദാറ്റ് ചിൽഡ്രൻ ഡു നോട്ട് ഇൻവോൾവ് ഇൻ വയലന്റ് ആക്ഷൻസ് ആൻഡ് അഗ്രസീവ് ബിഹേവിയേഴ്സ് ആസ് മച്ച് ആസ് അഡൾട്ട്സ് ഡു, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏജ് ആൻഡ് അഗ്രഷൻ അത് അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആർഗ്യുബിളി ഡ്യൂ ടു ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽസ് യങ്ങർ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ലാർജ്ലി ഡിപ്പെൻഡ് ഓൺ ഫിസിക്കൽ അഗ്രഷൻ. അപ്പം അവരുടെ ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടും കുട്ടികളും അതുപോലെ അഡോളസൻസും അവർ കൂടുതലും ഒരു ഫിസിക്കൽ അഗ്രഷനാണ് കൂടുതലും ചെയ്യുക. പിന്നീട് ഒരു സോഷ്യലൈസേഷൻ കുട്ടികൾ വളർന്നു വരുമ്പോൾ ആ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സ് അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത് കൂട്ടത്തിൽ അവർക്ക് ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് അഗ്രഷൻ വേണ്ട അല്ലെങ്കിൽ അഗ്രഷന്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പല ഡിസ്പ്യൂട്ട്സും സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ പഠിച്ചെടുക്കുകയാണ്. അതിലൂടെ they resist their aggression in a variety of social interactions. Then അടുത്തത് ജെൻഡർ ആണ്. ഇപ്പൊ ജെൻഡറിൽ പറയുന്ന അത് അടുത്തൊരു പേഴ്സണൽ ഫാക്ടർ ആണ്. ഇപ്പൊ ജെൻഡറിൽ പറയുന്നത് കൂടുതലും മെയിൽസ് കാണിക്കുന്നത് ഒരു ഫിസിക്കൽ ലെവൽ ഓഫ് അഗ്രഷൻ ആണ്. അതേസമയം ഫീമെയിൽസ് കൂടുതലും ഒരു വെർബൽ ലെവൽ ഓഫ് അഗ്രഷൻ ആണ് കാണിക്കുന്നത്. അതുപോലെ ഇൻഡയറക്റ്റ് ഫോംസ് ഓഫ് അഗ്രഷൻ ആണ് ഫീമെയിൽസ് കൂടുതൽ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ സ്റ്റഡീസ് അത് മൃഗങ്ങളിലാണെങ്കിലും മനുഷ്യരിലാണെങ്കിലും കൂടുതലും ആ രീതിയിലാണ്
മനസ്സിലാക്കുന്നത്. സോ മെയിൽസ് ആണ് ദേ റിയാക്ട് മോർ ആൻഡ് ദേ ആർ മോർ അഗ്രസീവ് എന്നാണ് പറയുന്നത്. അടുത്ത പേഴ്സണൽ ഫാക്ടർ എന്ന് പറയുന്നത് ബർത്ത് കോംപ്ലിക്കേഷൻ. നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾ നോക്കുമ്പോൾ ബർത്ത് കോംപ്ലിക്കേഷൻ ഉള്ളവരിൽ കൂടുതലും അഗ്രഷൻസ് കാണിക്കുന്നുണ്ട്. സോ ബർത്ത് കോംപ്ലിക്കേഷന്റെ ഒപ്പം തന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഫാമിലി എൻവയോൺമെന്റ് അല്ലെങ്കിൽ പുവർ പാരന്റിങ്ങോട് വരുമ്പോൾ അഗ്രഷന്റെ കോസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. സോ ബർത്ത് കോംപ്ലിക്കേഷൻ മാത്രമാണെങ്കിൽ അഗ്രഷന്റെ പോസിബിലിറ്റി ഉണ്ട്. ദെൻ ബർത്ത് കോംപ്ലിക്കേഷൻ പ്ലസ് സൈക്കോ സോഷ്യൽ റിസ്ക് ഫാക്ടേഴ്സ് കൂടി വരുമ്പം അവിടെ അഗ്രഷന്റെ പോസിബിലിറ്റി കൂടുകയാണ്. ദെൻ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഫുഡ് അഡിറ്റീവ്സ്, അതുപോലെ ഹൈപ്പോഗ്ലൈസീമിയ, കൊളസ്ട്രോളിന്റെ ലെവല്, ദെൻ അയൺ, പ്രോട്ടീൻ, സിങ്ക് ഡെഫിഷ്യൻസി വരുമ്പോഴും നമുക്ക് അഗ്രഷന്റെ പോസിബിലിറ്റി വരുന്നുണ്ട്. മാൽ ന്യൂട്രീഷൻ ഇമ്പാക്ട്സ് ബ്രെയിൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, പ്രീഡിസ്പോസ് ഇൻഡിവിജ്വൽസ് ടു ആന്റി സോഷ്യൽ ആൻഡ് വയലന്റ് ബിഹേവിയർ ബൈ ഇമ്പാക്ടിങ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ്. അപ്പോൾ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് അവിടെ ഇമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അഗ്രസീവ് അല്ലെങ്കിൽ ആന്റി സോഷ്യൽ ഓർ വയലന്റ് ബിഹേവിയേഴ്സ് നമ്മൾ കാണിക്കുന്നത്. സോ അപ്പൊ അതിന്റെ ഒരു റീസൺ പറയുന്നത് മാൽ ന്യൂട്രീഷൻ ആണ് പറയുന്നത്. ദെൻ എൻവയോൺമെന്റ് ആൻഡ് ജീൻസ്. അപ്പൊ ട്വിൻ സ്റ്റഡീസിൽ നമ്മൾ പറയുമ്പോൾ അതിലൊരു മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് പറയുന്നുണ്ട്. ട്വിൻ ആൻഡ് അഡോപ്ഷൻ സ്റ്റഡീസ് സജസ്റ്റ് ദാറ്റ് എ ലാർജ് ഷെയർഡ് ഫാമിലി എൻവയോൺമെന്റ് എഫക്ട്, എ മോഡറേറ്റ് നോൺ ഷെയർഡ് യുണീക്ക് എൻവയോൺമെന്റൽ എഫക്ട് ആൻഡ് എ മോഡസ്റ്റ് ജെനറ്റിക് എഫക്ട് പറയുന്നുണ്ട്. ദെൻ ടിപ്പിക്കൽ ട്വിൻ കോൺകോർഡൻസ് റേറ്റ് ഫോർ അഡോളസന്റ് ഡെലിക്വൻസി പറയുന്നത് 87% ആണ് ഫോർ മോണോസൈഗോട്ടിക് ട്വിൻസ് ആൻഡ് 72 ഫോർ ഡൈസൈഗോട്ടിക് ട്വിൻസ്. അപ്പൊ മോണോസൈഗോട്ടിക് ട്വിൻസ് ആണെങ്കിൽ അവിടെ ഒരു വ്യക്തിക്ക് ഒരു അഡോളസന്റ് അല്ലെങ്കിൽ ഒരു ഡെലിക്വൻസി അല്ലെങ്കിൽ അഗ്രസീവ് ബിഹേവിയർ ഉണ്ടെങ്കിൽ അടുത്ത വ്യക്തിക്കും അത് വരാനുള്ള ചാൻസ് 87% ആണ് ഇഫ് ഇറ്റ് ഇസ് മോണോസൈഗോട്ടിക് ട്വിൻസ്. അതുപോലെ ഡൈസൈഗോട്ടിക് ആണെങ്കിൽ 72% ആ ഒരു ഡെലിക്വൻസി റേറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ പേഴ്സണൽ ഫാക്ടേഴ്സിൽ പറയുന്നത്. സോ പേഴ്സണൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് വരുന്നത് ഫ്രസ്ട്രേഷൻ ആൻഡ് പ്രൊവൊക്കേഷൻ, സെക്കൻഡ് പേഴ്സണാലിറ്റി ആൻഡ് അഗ്രഷൻ, then third brain dysfunctions, then 4 biochemical influences, then fifth displaced aggression, 6 age and aggression, 7 gender and aggression. Then അത് കൂടാതെ ഉള്ള പേഴ്സണൽ ഫാക്ടേഴ്സിൽ ബർത്ത് കോംപ്ലിക്കേഷൻസ്, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, എൻവയോൺമെന്റ് ആൻഡ് ജീൻസ്. അടുത്തത് ഇന്റർപേഴ്സണൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ വേറൊരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷന്റെ ഇൻഫ്ലുവൻസും അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് എക്സ്പോഷർ ടു മാസ് മീഡിയ ആൻഡ് അഗ്രഷൻ. നമ്മൾ വയലന്റ് ആയിട്ടുള്ള കണ്ടന്റ് ഉള്ള മാസ് മീഡിയ ആയിട്ട് എക്സ്പോസ്ഡ് ആവുക. ഫ്രീക്വന്റ്ലി നമ്മൾ എക്സ്പോസ്ഡ് ആവുമ്പോൾ നമ്മൾ കൂടുതലും അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് കാണിക്കാനുള്ള ടെൻഡൻസി ഉണ്ടെന്നാണ് പറയുന്നത്. So children and adults exposed to violent content in the mass media such as TV programs, films, video games, etc. tend to more engage in violent and aggressive behaviors എന്നാണ് പറയാം. സോ ബാൻഡുര റോസ് ആൻഡ് റോസ് എക്സ്പെരിമെന്റ് ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഇതിൽ പറയുന്നത് കുട്ടികളെ, അപ്പൊ കുട്ടികളെ 2 ഗ്രൂപ്പാക്കി തിരിച്ചു. അതിനകത്ത് ഒരു ഗ്രൂപ്പ് കാണുന്ന വീഡിയോയില് അഗ്രസീവ് ആയിട്ടുള്ള മോഡൽസിനെയാണ് കാണുന്നത്. അടുത്ത ഗ്രൂപ്പ് കാണുന്നത് ആ ഒരു ഡോളാണ് കാണിക്കുന്നത്. അപ്പൊ ഒരു ഗ്രൂപ്പ് കാണുന്നത് ആ ഡോളിനെ അഗ്രസീവ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കുറച്ച് മോഡൽസ്, ഇവരുടെ പ്രായത്തിലുള്ള കുട്ടികളെയാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് കാണുന്നത് ഇതുപോലത്തെ തന്നെ ഡോളാണ്, പക്ഷെ ആ ഡോളിനെ സ്നേഹിക്കുകയും അതിനെ പരിചരിക്കുകയും ചെയ്ത് ആ ഒരു ഗെയിം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇവരുടെ സെയിം ഏജിലുള്ള കുട്ടികളാണ് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അതേ സെയിം ഡോളിനെ ഇവര് ലൈവായിട്ട് ഇവർക്ക് കാണാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പോ കണ്ടിട്ട് ഈ കുട്ടികൾ റിയാക്ട് ചെയ്യുന്നതാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത്. സോ ഇപ്പം വയലന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ റിയാക്ട് ചെയ്ത് ഇത് കണ്ട് അല്ലെങ്കിൽ അത് വാച്ച് ചെയ്ത കുട്ടികൾ അതേ രീതിയിൽ വയലന്റ് ആയിട്ട് ആ ഡോളിനോട് റിയാക്ട് ചെയ്യുന്നത് കാണാം. പക്ഷെ നോൺ വയലന്റ് ആയിട്ട് അല്ലെങ്കിൽ നോൺ അഗ്രസീവ് ആയിട്ടുള്ള മോഡൽസിനെ കണ്ട കുട്ടികൾ അവർ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് കാണാം. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അഗ്രസീവ് ആയിട്ടുള്ള മോഡൽസിനെ കണ്ടതിന് തീർച്ചയായിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പോഷർ കുട്ടികളിൽ മീഡിയയിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് കുട്ടികളിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡിയിൽ പറയുന്നത്. ആൻഡ് സിമിലർ റിസൾട്ട്സ് ഹാവ് ബീൻ റിപ്പോർട്ടഡ് ഇൻ ദ സ്റ്റഡീസ് ദാറ്റ് ഹാവ് യൂസ്ഡ് വയലന്റ് ന്യൂസ്. അതുപോലെ വയലന്റ് ന്യൂസ്, വയലന്റ് ലിറിക്സ് ഇൻ മ്യൂസിക്, വയലന്റ് വീഡിയോസ് ഒക്കെ കാണുമ്പം ഇതൊക്കെ
കുട്ടികളിൽ അത്തരത്തിലുള്ളൊരു മോഡലിംഗ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. ദെൻ GAM എന്ന് പറയുമ്പോൾ ജനറൽ അഗ്രഷൻ മോഡൽ. അവർ പറയുന്നത് കൺസിസ്റ്റന്റ് അതുപോലെ പ്രൊലോങ്ഡ് എക്സ്പോഷർ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ കോഗ്നിറ്റീവ് സ്കീമയെ എഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ സ്കീമയിലേക്ക് നമ്മൾ ഇതുകൂടി ആഡ് ചെയ്യും. വയലന്റ് ആയിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാം, ഇതൊരു നോർമൽ ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിനോടൊരു ഡീസെൻസിറ്റൈസേഷൻ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ സ്കീമയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സ്കീമയിൽ നിന്നാണ് നമ്മൾ പലതും എടുക്കുന്നത്. പിന്നീട് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അറിയാം ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ബോധം നമ്മളുടെ തലയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഫീഡ് വെച്ചിട്ട് നമ്മൾ ആ രീതിയിൽ ബിഹേവ് ചെയ്യും എന്നാണ് പറയാം. സോ GAM argues that consistent and prolonged exposure to media violence modifies our cognitive schemas, beliefs, attitudes and scripts. സോ അവർ പറയുന്ന അതേ ഭാഷ, അതിപ്പോൾ ഒരു ഫോൾ ലാംഗ്വേജ് ആണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ഭാഷകൾ നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു പോസിബിലിറ്റിയും എല്ലാം അതിൽ നിന്നാണ് കിട്ടുന്നത്. ആൻഡ് സ്ട്രെങ്തൻസ് നോളജ് സ്ട്രക്ചേഴ്സ് റിലേറ്റഡ് ടു അഗ്രഷൻ ആസ് ദീസ് നോളജ് സ്ട്രക്ചേഴ്സ് ബിക്കം. അപ്പൊ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മീഡിയ എക്സ്പോഷർ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പം ഈ കുട്ടികളിൽ അതൊരു പ്രത്യേക രീതിയിലുള്ളൊരു ബയസ് നമ്മളിൽ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ബയസ് എന്ന് പറയുന്നത് മറ്റുള്ളവർ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, അവരോട് നമ്മളും ഈ രീതിയിലാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നൊരു മാറ്റി അല്ലെങ്കിൽ തെറ്റായൊരു പഠനം അവരിൽ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. തെറ്റായൊരു ബിലീഫിലേക്ക് അവർ ചെന്നെത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് സോ ഫസ്റ്റ് വരുന്നത് എക്സ്പോഷർ ടു മീഡിയ, മാസ് മീഡിയ ആൻഡ് അഗ്രഷൻ. അടുത്തത് സോഷ്യൽ റിജക്ഷൻ ആണ്. സോഷ്യൽ റിജക്ഷനിൽ പറയുന്നത് നമ്മൾ എല്ലാ മനുഷ്യരും സോഷ്യൽ റിലേഷൻസ് എൻജോയ് ചെയ്യുകയും അത് ആവശ്യം ഉള്ളവരുമാണ്. സോ അതിൽ നിന്ന് നമ്മളെ എക്സ്ക്ലൂഡ് ചെയ്യുക, സൊസൈറ്റി നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ വരുമ്പം അത് ഡെഫിനറ്റ്ലി നമ്മുടെ സെൽഫ് ഇമേജ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീമിനെയും കോൺഫിഡൻസിനെയും എഫക്റ്റ് ചെയ്യും. സോ അത് എഫക്റ്റ് ചെയ്യുന്നതിലൂടെ അല്ല, അത് ഒരു കാരണമാവാണ് നമ്മളൊരു പിന്നീട് ആ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻ വരുമ്പോൾ ഒരു ഹോസ്റ്റൈൽ അല്ലെങ്കിൽ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. സോ എന്നെ നിങ്ങൾ മാറ്റി നിർത്തിയെങ്കിൽ എനിക്ക് നിങ്ങളെയും വേണ്ട, അല്ലെങ്കിൽ നിങ്ങളെ എനിക്കും വേദനിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ എനിക്കും ഉപദ്രവിക്കാം എന്നുള്ള ഒരു ലെവലിലേക്ക് വരികയാണ്. സോ സോഷ്യൽ റിജക്ഷൻ അത്രയും ഒരു സ്ട്രോങ്ങസ്റ്റ് ഇൻസ്റ്റിഗേറ്റർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. So human beings generally enjoy social relations, and when we are excluded from the society, it negatively impacts our self-image and self-esteem and further leads to become hostile and aggressive in social interactions. So studies have been reported showing that when we are rejected by others, it stimulates a hostile cognitive mindset or bias, which includes us to perceive others' ambiguous and largely neutral behaviors as hostile. അപ്പൊ മറ്റുള്ളവർ പിന്നീട് നമ്മളെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ബിഹേവിയർ നമ്മുടെ അടുത്ത് കാണിച്ചാലും നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്നത് ഒരു ഹോസ്റ്റൈൽ ബിഹേവിയർ ആയിട്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ in such situations, this bias leads us to respond in aggressive way. From evolutionary perspective, we require to associate with others in the society. നമുക്കറിയാം നമ്മളുടെ ഒരു പുരാതനമായ ലെവലിൽ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം എപ്പോഴും സൊസൈറ്റിയിൽ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യകത എല്ലാ മനുഷ്യരിലും ഉണ്ടെന്നുള്ളതാണ്. ബിക്കോസ് വി ഓൾ ആർ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് സോഷ്യൽ ബീയിങ്സ്. അപ്പോൾ നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ നീഡിൽ വന്നിട്ടുള്ളതാണ്. നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സോഷ്യൽ ഇന്ററാക്ഷൻസ് വേണം, സൊസൈറ്റിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. സോ അവിടെ നിന്ന് ഒരു റിജക്ഷൻ വരുമ്പോൾ അത് ഒരു അഗ്രഷന്റെ പോസിബിലിറ്റി ആയിട്ട് മാറുകയാണ്. അടുത്തത് ഇൻഫ്ലുവൻസ് ആൻഡ് നീഡ് ഫുൾഫിൽമെന്റ്. Another approach that tries to understand human aggression proposes that aggression is a way to exert influence on others' behavior. മറ്റുള്ളവരെ അടക്കി നിർത്തണമെങ്കിൽ ഞാൻ അഗ്രസീവ് ആയേ പറ്റൂ എന്ന ഉള്ളൊരു ധാരണയാണ് അവിടെ വരുന്നത്. അപ്പൊ ആ നീഡ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഞാൻ ആ രീതിയിൽ റിയാക്ട് ചെയ്യണം, ഞാൻ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്താൽ അവരെ അടങ്ങി നിന്നോളും എന്ന് പറയുന്ന ഒരു ലെവലിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. സോ അതാണ് ഇൻഫ്ലുവൻസ് ആൻഡ് നീഡ് fulfillment എന്ന് പറയുന്നത്. However, aggression is used as a mean of social influence in specific situations, such as when we believe that being aggressive will obtain success and the target is unlikely to retaliate.
ദെൻ അടുത്തത് സിറ്റുവേഷണൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. സോ നമ്മൾ ആദ്യം പേഴ്സണൽ ഫാക്ടേഴ്സ് കണ്ടു, അടുത്തത് ഇന്റർപേഴ്സണൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, ഫൈനലി സിറ്റുവേഷണൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. സോ ഇതിൽ ആദ്യം പറയുന്നത് വെപ്പൺ എഫക്റ്റ് ആണ്. As demonstrated by many studies, angry persons are more prone to express their aggression when they are exposed to weapon in the situation. So അവിടെ ഒരു വെപ്പൺ ഉണ്ട്, ഒരു അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ്റെ അടുത്ത് വരുമ്പോൾ, അല്ല അത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ വെപ്പൺ കൂടി ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ അഗ്രഷൻ്റെ ഒരു പോസിബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഓൾറെഡി ആംഗ്രി ആയിട്ട് ഇരിക്കുന്ന ഒരാളായിരുന്നു, അപ്പൊ അവിടെ നമ്മൾ ഇന്നൊരു വെപ്പൺ അവിടെ കണ്ടു, അല്ലെങ്കിൽ കത്തി കണ്ടു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആയുധം കണ്ടു കഴിയുമ്പോൾ ആ ഒരു അഗ്രഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ കൂടുതലാണ്. So in one of such studies, Berkowitz and Lepek showed that the participants who had seen gun kandavare, they were more aggressive and delivered higher level of electric shock to the research accomplices than those who saw sports item. അപ്പം അവിടെ സ്പോർട്സ് ഐറ്റംസ് കണ്ട ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ ഗൺ കണ്ട ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഗൺ കണ്ട ഗ്രൂപ്പിൽ ഉള്ള പാർട്ടിസിപ്പൻസ് അവർ കൂടുതൽ അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി, കമ്പയർഡ് ടു പീപ്പിൾ ഹു സോ സ്പോർട്ട് ഐറ്റംസ്. അടുത്തത് എൻവയോൺമെന്റൽ ഡിസ്കംഫർട്ട്. നമുക്കറിയാം പൊതുവെ ആളുകളിൽ ഉള്ള അഗ്രസീവ് ബിഹേവിയർ കൂടാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നതാണ് ചൂട് ഓർ ഹോട്ട് ടെമ്പറേച്ചർ. ഇപ്പോൾ ഹോട്ടർ ഇയേഴ്സിൽ നമുക്ക് സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഹോട്ടർ ഇയേഴ്സിൽ വയലന്റ് ക്രൈംസ് കൂടുതലായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. So longitudinal studies have indicated that violent crimes are reported more in the hotter years and months than the cooler ones. അപ്പോൾ ഒരു പ്രിവലൻസ് നമ്മൾ നോക്കുമ്പോൾ കൂടുതലും വയലന്റ് ക്രൈംസ് കാണുന്നത് ഹോട്ടർ ഇയേഴ്സിലാണ്. സോ ടെമ്പറേച്ചറും അഗ്രഷനും വയലൻസ്, ടെമ്പറേച്ചറും അതുപോലെ അഗ്രഷൻ ആൻഡ് വയലൻസ് തമ്മിലൊരു പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെയുള്ള മറ്റ് എൻവയോൺമെന്റ് ഡിസ്കംഫേർട്സിൽ വരുന്നതാണ് നോയ്സ്. ഒരുപാട് ശബ്ദം വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. ദെൻ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ, അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ദെൻ സ്മോക്ക്, ദെൻ എയർ പൊല്യൂഷൻ സിറ്റുവേഷൻസ് വരുമ്പോഴും ആളുകളിലുള്ള അഗ്രഷൻ ലെവൽ അല്ലെങ്കിൽ വയലൻസിന്റെ ലെവൽ കൂടുതലായിട്ട് കാണാറുണ്ട്. സോ ഇതെല്ലാം അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. സോ വൺ ഇസ് വെപ്പൺ എഫക്ട്, ദെൻ അതർ വൺ ഇസ് എൻവയോൺമെന്റൽ ഡിസ്കംഫർട്ട്. ഇത് കൂടാതെയുള്ള മറ്റ് ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഒന്ന് പാരന്റൽ റെയറിംഗ് സ്റ്റൈൽ. ഇപ്പൊ പേരൻസിന്റെ ഒരു ഇൻഫ്ലുവൻസ്, അപ്പൊ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് പേരൻസ് എങ്ങനെയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണോ കൊടുക്കുന്നത്, അതോ അവരൊരു റിജക്ഷൻ ലെവലിലാണോ അവരുടെ പാരന്റിങ് സ്റ്റൈൽ പോകുന്നത്, അല്ലെങ്കിൽ ഓവർ പ്രൊട്ടക്റ്റീവ് ലെവലിലാണോ അവരുടെ ഒരു പണിഷ്മെന്റ് പാറ്റേൺ എങ്ങനെയാണ്. ഇതെല്ലാം കുട്ടികളുടെ അഗ്രഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ദെൻ പാരന്റ് ചൈൽഡ് അല്ല ഇന്ററാക്ഷൻ പ്രോപ്പർ ആണോ, പ്രോപ്പർ അല്ല അഡിക്വേറ്റ് ലെവൽ ഒരു ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പാരന്റ് ആൻഡ് ചൈൽഡ് ഉണ്ടോ എന്നുള്ളത് ഒരു ഫാക്ടറാണ്. ദെൻ പാരന്റൽ ഇൻഫ്ലുവൻസ് ഓൺ ചൈൽഡ്സ് ഇമോഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. കുട്ടികളിൽ വരുന്ന ഇമോഷൻസ് അല്ല ആറ്റിറ്റ്യൂഡ്സിന് പേരൻസ് കൊടുക്കുന്ന അറ്റൻഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഒരു ഫാക്ടറാണ്. കുട്ടികൾക്ക് വേണ്ട രീതിയിൽ ഒരു അറ്റൻഷൻ അവർ കിട്ടേണ്ട ഒരു പ്രായത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് അവരിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നു. ആ ഫ്രസ്ട്രേഷൻ ക്യാൻ ലീഡ് ടു അഗ്രഷൻ. അതുപോലെ കുട്ടികളെ നമ്മൾ പ്രൊവോക്ക് ചെയ്യുമ്പോൾ, പേരൻസ് ആണെങ്കിലും ശരി മുതിർന്നവർ ആരാണെങ്കിലും അവരെ ആ ഒരു പ്രൊവോക്ക് ചെയ്യുന്നത് അവരുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത്തരത്തിലുള്ള കുട്ടികളിൽ അഗ്രസീവ്നെസ് കൂടാനുള്ള ചാൻസസ് പറയുന്നുണ്ട്. ദെൻ നമ്മൾ കുട്ടികളിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ സ്കൂള്, ഇപ്പം കുട്ടികൾ വളർന്നു വരുമ്പോൾ ഒരു ഏതാണ്ട് ഇപ്പൊ ഒരു 12ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 12+2, ഇപ്പൊ 10-12 മുതൽ 14 വർഷം വരെ അവർ ചിലപ്പോൾ ഒരു സ്കൂളിലാണെങ്കിൽ ആ സ്കൂൾ അറ്റ്മോസ്ഫിയർ അവരെ ഡെഫിനറ്റ്ലി എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സ്കൂളിൽ എങ്ങനെയാണ് അവരുടെ ഒരു അപ്ബ്രിംഗിങ്, അത് അവരുടെ അഗ്രഷൻ ലെവലിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഫ്രണ്ട്സ് സർക്കിൾ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവരിലും ആ ഒരു അഗ്രസീവ് എലിമെന്റ് വരാനുള്ള ചാൻസസ് പറയുന്നുണ്ട്. ദെൻ പ്രീഡിസ്പോസിങ് ചൈൽഡ് ഫാക്ടേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് പ്രീഡിസ്പോസിങ് ആയിട്ടുള്ള ചൈൽഡിന് ബേസിക്കലി അഗ്രസീവ് ട്രേറ്റ് ഉള്ള കുട്ടികളാണോ, അല്ലെങ്കിൽ സെൻസേഷൻ സീക്കിംഗ് ആയിട്ടുള്ള ആളുകളാണോ, അത്തരത്തിലുള്ള കുട്ടികളാണെങ്കിൽ അതും ഒരു കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇത്രയാണ് അതർ കോസസിൽ വരുന്നത്. സോ നമ്മൾ കോസസ് ഓഫ് അഗ്രഷനിൽ
പേഴ്സണൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. പേഴ്സണൽ ഫാക്ടേഴ്സിൽ ഫ്രസ്ട്രേഷൻ ആൻഡ് പ്രൊവൊക്കേഷൻ, then personality and aggression, brain dysfunctions, biochemical influences, displaced aggression, age and aggression, gender and aggression, then birth complications, nutrition deficiency, environment and genes. ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് പേഴ്സണൽ ഫാക്ടേഴ്സിൽ. ദെൻ ഇന്റർപേഴ്സണൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ exposure to media, mass media and aggression, then social rejection, influence and need fulfillment. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഇന്റർപേഴ്സണൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ വരുന്നത്. അടുത്തത് സിറ്റുവേഷണൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അതിൽ വെപ്പൺ എഫക്റ്റും എൻവയോൺമെന്റൽ ഡിസ്കംഫർട്ട്, ദാറ്റ് ഇൻക്ലൂഡ്സ് ഹോട്ട് temperature, then noise, crowd, smoke, air pollution, etc. Then other causes, parental rearing style, then parent-child interaction pattern, parental influence on child's emotions and attitudes, difficulties with friends and at school, then predisposing child characteristics. ഇത്രയും ഫാക്ടേഴ്സ് ആണ് വരുന്നത്. അടുത്തത് റെഡ്യൂസിങ് അഗ്രഷൻ. എങ്ങനെ നമുക്ക് അഗ്രഷൻ കുറയ്ക്കാം, കുട്ടികളിലും മുതിർന്നവരിലും എങ്ങനെയാണ് അഗ്രഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അടുത്ത വിഷയം വരുന്നത്. സോ അതിൽ ഫസ്റ്റ് വരുന്നത് സോഷ്യൽ ലേണിംഗ്. അപ്പം അതിൽ രണ്ട് മെയിൻ ടോപ്പിക്സ് ആണ് വരുന്നത്. ഒന്ന് പണിഷ്മെന്റ്, അടുത്തത് മോഡലിംഗ്. So behavioral and social learning approaches to psychology assume that undesirable aggressive behavior is learned with the same process as adaptive social behaviors are learned. എങ്ങനെ നമ്മൾ ഒരു അഡാപ്റ്റീവ് ആയിട്ടുള്ള സോഷ്യൽ ബിഹേവിയർ പഠിച്ചെടുക്കുന്നു, അതുപോലെ തന്നെയാണ് നമ്മൾ അൺഡിസൈറബിൾ ആയിട്ടുള്ള അഗ്രസീവ് ബിഹേവിയർ പഠിച്ചെടുക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ, ടെമ്പർ ടാൻട്രം കാണിച്ചപ്പോൾ ആ കുട്ടിക്ക് നിവൃത്തികേടുകൊണ്ടായിരിക്കാം പേരൻസ് ഒരു റിവാർഡായിട്ട് അല്ലെങ്കിൽ ഐസ്ക്രീമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടോഫിയോ അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ കുട്ടി നിവൃത്തികേട് എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, മറിച്ച് ഞാൻ ടെമ്പർ ടാൻട്രം കാണിച്ചാൽ എനിക്ക് ഇത്തരത്തിലൊരു ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് കുട്ടി മനസ്സിലാക്കുന്നത്. സോ ആ ഒരു റിവാർഡിനാണ് കുട്ടി കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. സോ അതാണ് അത്തരത്തിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ് അഡാപ്റ്റീവ് സോഷ്യൽ ബിഹേവിയർ നമ്മൾ പഠിച്ചെടുക്കുന്നത്, അതുപോലെ തന്നെയാണ് അൺഡിസൈറബിൾ അഗ്രസീവ് ബിഹേവിയർ നമ്മൾ പഠിച്ചെടുക്കുന്നത്. അതുപോലെ പണിഷ്മെന്റ് ഒരു കാരണമായിട്ട് ഒരു അഗ്രഷൻ റെഡ്യൂസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പറയുന്നുണ്ട്. സോ പണിഷ്മെന്റ് പക്ഷെ നമ്മൾ കൊടുക്കുമ്പം ഏത് രീതിയിലാണ് പണിഷ്മെന്റ് നമ്മൾ കൊടുക്കുന്നത്, അത് ഒരു അഗ്രസീവ് ബിഹേവിയർ കാണിച്ചാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ പണിഷ്മെന്റ് അവിടെ കൊടുത്തിരിക്കണം. അതുപോലെ അത്തരത്തിലുള്ള അഗ്രസീവ് ബിഹേവിയർ എപ്പോ കാണിച്ചാലും അതേ ലെവലിൽ നമ്മൾ കൊടുത്തിരുന്നോ അതേ ലെവലിൽ പണിഷ്മെന്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഒരു രീതിയിലും കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമ്മളുടെ ഇമോഷണൽ റിയാക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് ഇമോഷൻ വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ബിഹേവ് ചെയ്യും, പണിഷ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ അത് വിട്ടുകളയും. അത്തരത്തിൽ ഒരു കൺഫ്യൂഷൻ കുട്ടികളിൽ ഉണ്ടാവരുത്. നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ലെവലിൽ മാത്രമേ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ. പണിഷ്മെന്റ് ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് മാത്രമേ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ. ആ പണിഷ്മെന്റിന്റെ ജസ്റ്റിഫിക്കേഷൻ എപ്പോഴും നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മളുടെ ഒരു മെന്റൽ സെറ്റ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പണിഷ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഗിൽറ്റുമായിട്ട് നമ്മൾ ചെല്ലരുത് കുട്ടികളുടെ അടുത്ത് എന്നാണ് പറയുന്നത്. So punishment should be strong and it should also be justified with sufficient explanation and reasoning. പണിഷ്മെന്റ് നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടിക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്തിനാണ് ഞാൻ ആ പണിഷ്മെന്റ് കൊടുത്തത്, ഇതിൽ നിന്ന് കുട്ടി എന്താ പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കുട്ടിക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ അതാണ് പണിഷ്മെന്റിൽ വരുന്നത്. ദെൻ മോഡലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മോഡൽ ആണ് എങ്കിൽ, പേരൻസ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു മോഡൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, കുട്ടികൾ അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കും. സോ നോൺ അഗ്രസീവ് ആയിട്ടുള്ള മോഡൽസിനോട് എക്സ്പോസ്ഡ് ആക്കുക, നമ്മളും നോൺ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മോഡൽ ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയുന്നത്. So observational learning theories of social learning approach assume that as aggressive behaviors are learned by observing aggressive social models, these behaviors can be prevented or controlled by exposing the people to non-aggressive models or to the models who are involved in pro-social behavior. Aggressive ആയ മോഡൽസിനെ കാണിക്കാതെ മറിച്ച് pro-social behaviors കാണിക്കുന്ന മോഡൽസിനോട് കുട്ടികളെ അല്ലെങ്കിൽ നമ്മളാണെങ്കിലും എക്സ്പോസ്ഡ് ആവുക. അതിലൂടെ നമ്മളുടെ ബിഹേവിയേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്.
സോ ഒന്ന് പണിഷ്മെന്റ്, രണ്ട് മോഡലിംഗ്. ദെൻ അടുത്തത് പറയുന്നത് കഥാർസിസ് ആണ്. കഥാർസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈക്കോ അനലിറ്റിക് അപ്രോച്ച്. അതിൽ നമ്മൾ പറയുന്നത് നമ്മളിൽ വരുന്ന ആ ഒരു സ്ട്രോങ് ഇമോഷൻ വരുമ്പം അത് ഒരു മൈൽഡർ ഫോം ഓഫ് മൈൽഡർ ഫോം ടാർഗറ്റിലേക്ക് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സ്ട്രോങ് ഇമോഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് വെന്റിലേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് കഥാർസിസിന്റെ പ്രിൻസിപ്പിളിൽ പറയുന്നത്. സോ കഥാർസിസ് ഓഫ് അഗ്രഷൻ ഈസ് എക്സ്പ്രഷൻ ഓഫ് വൺസ് അഗ്രസീവ് ഇന്റന്റ് അറ്റ് എ ടാർഗറ്റ് ദാറ്റ് ഈസ് ഇൻ സം വേ അസോസിയേറ്റഡ് വിത്ത് ദ ഒറിജിനൽ സോഴ്സ് ഓഫ് അഗ്രഷൻ. അപ്പം ആദ്യം ഏതൊരു സോഴ്സ്, അഗ്രഷന്റെ റിയൽ സോഴ്സ് എന്താണ്, അതിനോട് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉള്ള ഒരു ടാർഗറ്റിലേക്ക് നമ്മളുടെ അഗ്രസീവ് എലിമെന്റ് കാണിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ അതാണ് കഥാർസിസ്. നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വെന്റ് ഔട്ട് ചെയ്തിരിക്കുക നമ്മുടെ ഇമോഷൻസ് പ്രോപ്പർലി എന്നുള്ളതാണ് കഥാർസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹവർ അതിൻ്റെ ഒരു വേറൊരു വശം പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് കാണിച്ചാൽ അഗ്രസീവ് ബിഹേവിയേഴ്സ് വീണ്ടും വീണ്ടും വരാനുള്ള ഒരു പോസിബിലിറ്റിയും അതിനകത്ത് പറയുന്നുണ്ട്. ഈവൻ ദോ കഥാർസിസ് ഒരു മെഷർ ആയിട്ട് തന്നെയാണ് പറയുന്നത് ഫോർ റിഡ്യൂസിങ് അവർ അഗ്രഷൻ. ദെൻ കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസിൽ പറയുന്നത് ഒന്ന് അപ്പോളജി, അതാണ് ഒരു കാര്യമായിട്ട് പറയുന്നത്. സോ വെൻ ആൻ അഗ്രസീവ് ബിഹേവിയർ ഇസ് ഫോളോഡ് ബൈ ആൻ അപ്പോളജി ദ അഗ്രസീവ് ബിഹേവിയർ ഇസ് ആട്രിബ്യൂട്ടഡ് ടു ആൻ അൺഇൻറ്റൻഷണൽ ആക്ട്. അപ്പം ഞാൻ തെറ്റുപറ്റി പോയിട്ടോ അല്ലെങ്കിൽ ഞാൻ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്ത് പോയിട്ടോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അൺഇൻറ്റൻഷണൽ ആക്ട്, അപ്പം നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ നമുക്കൊന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് അഗ്രഷൻ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയുന്നതാണ്. പക്ഷെ അവിടെ ഒരു കാര്യം എപ്പോഴും നമ്മൾ ചിന്തിക്കുക, നമ്മൾ അപ്പോളജൈസ് ചെയ്യുമ്പോൾ അത് ജെന്യുവിൻ ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. രണ്ടാമത്തത് ഫൊർഗീവ്നെസ് ആണ്. ഫൊർഗീവ്നെസ് എന്ന് പറയുമ്പം അത്തരത്തിലുള്ള ഒരു ആക്ട് വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ക്ഷമിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് പറയുന്നത്. സോ ഫൊർഗീവ്നെസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഗിവിംഗ് അപ്പ് ദ ഡിസയർ ടു പണിഷ് സംവൺ ഹു ഹാസ് ഹേർട്ട് us. നമ്മളെ ഹേർട്ട് ചെയ്തവരോ അല്ലെങ്കിൽ നമ്മൾ വേദനിപ്പിച്ചവരോ ഇഞ്ചുറി ചെയ്തവരോ നമ്മളൊന്ന് പണിഷ് ചെയ്യുന്നതിന് പകരം നമ്മൾ അത് ഗിവ് അപ്പ് ചെയ്തേക്കാം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരികയാണ് ചെയ്യുന്നത്. So that is forgiveness. Then അടുത്തത് സെൽഫ് റെഗുലേഷൻ ആൻഡ് സെൽഫ് കൺട്രോൾ ഓഫ് വൺസ് ഓൺ ബിഹേവിയർ is a requisite for maintenance of social order and growth and development of all people in the society. അത് നമ്മൾക്ക് മാത്രമല്ല ടോട്ടൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ മനുഷ്യരിലും ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളുടെ ബിഹേവിയേഴ്സിൽ എപ്പോഴും നമ്മളൊരു കൺട്രോൾ ഉണ്ടാവുക. നമുക്ക് ഒരു ബിഹേവിയർ വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. സോ പ്രിവെന്റിങ് വൺസെൽഫ് ഫ്രം റൂമിനേറ്റിംഗ് ഓർ തിങ്കിങ് റിപ്പീറ്റഡ്ലി. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ വീണ്ടും വീണ്ടും ചിന്തിച്ച് നമ്മൾ അതൊരു മലയാക്കാതെ അതിനെ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ ആ ഒരു സെൽഫ് റെഗുലേഷൻ, സെൽഫ് കൺട്രോൾ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വയലൻസ് അഗ്രഷനിൽ പറയുന്ന വേറെ കുറച്ച് ടെക്നിക്സിൽ ഒന്നാണ് ട്രെയിനിങ് ഇൻ സോഷ്യൽ സ്കിൽസ്. അത്തരത്തിലുള്ള സ്കിൽസിൽ നമ്മൾ ട്രെയിൻഡ് ആവുക. ദെൻ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക. ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള റെസ്പോൺസസ് നമ്മൾ ചെയ്യാനായിട്ട് പഠിക്കുക. ദെൻ റൂൾസ് സ്ട്രിക്റ്റ് ആക്കുക. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ പണിഷ്മെന്റ് വരും എന്ന് പറയുന്നൊരു റൂള് കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ലെജിസ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതുപോലെ പ്രിസൺ റിഫോംസ്. നമുക്കറിയാം പലരും ചെറിയൊരു തെറ്റ് ചെയ്തിട്ട് ഒരു പ്രിസണിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ആ നെറ്റ്വർക്കിങ്ങിലൂടെ ആ വ്യക്തി കൂടുതൽ ഒരു അഗ്രസീവ് പേഴ്സൺ ആകാതെ അവിടെ പ്രിസൺ റിഫോംസ് സംഭവിക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഡിക്രീസിങ് അനോണിമിറ്റി. എവിടെയാണെങ്കിലും നമുക്ക് അഗ്രസീവ് ബിഹേവിയർ കാണിക്കാനുള്ള പോസിബിലിറ്റി വരുന്നത് അവിടെ അനോണിമിറ്റി വരുമ്പോഴാണ്. അപ്പം അനോണിമിറ്റി മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം. ദെൻ പാരന്റ് ട്രെയിനിങ് പ്രോഗ്രാംസ്. പാരന്റ് ട്രെയിനിങ്ങിൽ എപ്പോഴും ആ ഒരു റിസ്ക് ബിഹേവിയേഴ്സ് വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ദെൻ മാനേജ്മെന്റ് ഓഫ് ഹൈപ്പർ ആക്ടിവിറ്റി ഇന്റർവെൻഷൻസ് അറ്റ് സ്കൂളാണ് പറയുന്നത്. അടുത്തത് ബുള്ളിയിങ് ബിഹേവിയർ ആണ്. ബുള്ളിയിങ് ബിഹേവിയേഴ്സിൽ നമ്മൾ അറിയാമല്ലോ, നമുക്ക് ഫൗൾ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടൊക്കെ ബുള്ളിയിങ് ബിഹേവിയേഴ്സ് നമ്മൾ കാണിക്കാറുണ്ട്. സോ അതിലും അത് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും മറ്റുള്ളവരിൽ ഒരു പവർ വരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ബുള്ളിയിങ് ബിഹേവിയേഴ്സ് കാണിക്കുക. അപ്പം അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് വരുമ്പോൾ നമ്മളത് പ്രത്യേകിച്ച് നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടത്. ദെൻ അതിൽ എപ്പോഴും കോൺസ്റ്റന്റ് വിക്ടിമൈസേഷൻ നമ്മൾ നോക്കിയതിന് റിലേറ്റീവ് പെർമനന്റ് ചേഞ്ച് ഇൻ വിക്ടിംസ് പേഴ്സണാലിറ്റിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോ സെൽഫ് എസ്റ്റീം, സോഷ്യൽ ഫോബിയ, ജനറലൈസ്ഡ് ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതൊക്കെ അതിൻ്റെ ഒരു പോസിബിലിറ്റി ആയിട്ട് വരുന്നുണ്ട്. സോ ഒരിക്കലും ബുള്ളിയിങ് ബിഹേവിയേഴ്സിന് നമ്മൾ ഒരു രീതിയിലും ന്യായീകരിച്ച് കൊടുക്കരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
സോ അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണെങ്കിൽ കൂടി അതിന് വളരെ ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു എഫക്ട്സ് ഉണ്ട്. സോ അതോറിറ്റീസ് അതിന് ആ രീതിയിൽ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. സോ പൊട്ടൻഷ്യൽ വിക്ടിംസ് എന്ന് പറയുമ്പോൾ അവരെ മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ദേ ഷുഡ് ബി റെഗുലർലി മെയ്ഡ് അവെയർ അബൌട്ട് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ അഗ്രഷൻ എന്താണ്, അതിൻ്റെ ഒരു നേച്ചർ എന്താണ്, ഡെഫിനിഷൻ എന്താണ്, അഗ്രഷനിലെ ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ദെൻ അതിൻ്റെ കോസസ് നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെയാണ് അഗ്രഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെ രീതിയിൽ നമ്മൾ ആ മെഷേഴ്സ് എടുക്കണം, ഫ്രം ചൈൽഡ്ഹുഡ് മുതൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ ആ മെഷേഴ്സ് എടുക്കണം എന്നുള്ളത് മനസ്സിലാക്കി. ദെൻ ബുള്ളിയിങ് ബിഹേവിയർ ആൻഡ് സ്റ്റെപ്പ് ടു റെഡ്യൂസ് ബുള്ളിയിങ് ബിഹേവിയർ. ഓക്കെ, നന്ദി, നമസ്കാരം.